2017 പുറത്തിറങ്ങിയ ഒരു സ്പാനിഷ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ പടമാണ് ദ ഇൻവിസിബിൾ ഗാർഡിയൻ. സംഭവം നല്ല ഗംഭീര പടമാണ്. സ്പാനിഷ് അറിയാവുന്നവരെ നേരെ പോയി കണ്ടു നോക്കിക്കോ. സബ് ടൈറ്റിൽ മാത്രം എനിക്ക് കുറച്ച് ശോകമായിട്ട് തോന്നി. പലയിടത്തും സബ് ടൈറ്റിൽസ് മിസ്സാവുന്നുണ്ട്. അതാ സ്പാനിഷ് അറിയാവുന്നവർ കണ്ടോളാൻ പറഞ്ഞേ. മേ ബി എനിക്ക് കിട്ടിയ ഫയലിന്റെ പ്രശ്നമായിരിക്കാം. എന്തായാലും നമ്മുടെ പടത്തിന്റെ കഥ എന്ന് പറയുന്നത് ഒരു നാട്ടിൽ കുറേ പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നു. ആരോ അവരെ കൊന്നിട്ട് പലയിടങ്ങളിലായി നഗ്നരാക്കി അവരുടെ ശരീരം ഉപേക്ഷിക്കുന്നു. ഇതും പോരാത്തതിന് കൊല്ലുന്ന വ്യക്തി പെൺകുട്ടികളുടെ യോനിയുടെ അവിടെയെല്ലാം ഷേവ് ചെയ്ത് അവിടെ ഒരു പ്രത്യേക കേക്കും വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സൈക്കോ കില്ലറിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ കഥാനായികയിലൂടെയാണ് നമ്മളും കഥ മനസ്സിലാക്കുന്നത്. എവിടൊക്കെയോ നമ്മുടെ ആദം ജോൺ വൈവ് എനിക്ക് ഫീൽ ചെയ്തു. അതിലും ഡാർക്കായിട്ടുള്ള ഒത്തിരി സീനുകളുണ്ട് ഇതിൽ. പടത്തിന്റെ തുടക്കത്തിൽ ഒരു കാടിനുള്ളിൽ ഇങ്ങനെ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അവളുടെ പ്യൂബിക് ഹെയർ എല്ലാം ഷേവ് ചെയ്ത് അവിടെ ഒരു കേക്ക് വെച്ചിട്ടുണ്ട്. ആദ്യ കാഴ്ചയിൽ തന്നെ അവളെ കഴുതി ഞെരിച്ചാണ് കൊന്നിരിക്കുന്നതെന്ന് മനസ്സിലാവും. കട്ട് ചെയ്താൽ അടുത്ത സീനിൽ നമ്മുടെ കഥാനായികയായ അമ്മയെയാണ് കാണിച്ചിരുന്നത്. അമ്മയ സലാസാർ. അവളൊരു പോലീസുകാരിയാണ്. ഇപ്പൊ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണെന്ന് ചെക്ക് ചെയ്യുമായിരുന്നു. അവൾ പ്രഗ്നന്റ് അല്ലെന്ന് മനസ്സിലായതും ഡിപ്രസ്ഡ് ആയിരിക്കുന്നത് കാണാം. കുറേ ആയി ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നും ഫലം കാണാതെ വരുമ്പോൾ ആ ഒരു വിഷമത്തിലൊക്കെയാണ്. ഇതാണ് അമ്മയുടെ ഹസ്ബൻഡ്. രാവിലെ തന്നെ ആൾ എണീറ്റ് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ഇന്ന സ്ഥലത്ത് കണ്ടെത്തിയിട്ടുണ്ട്, എത്രയും വേഗം അവിടെ ചെല്ലണമെന്ന്. വളരെ അർജന്റ് കോളാണ്. അമ്മയെ ഹസ്ബൻഡിന് ഒരു ഉമ്മയും കൊടുത്തിട്ട് നേരെ സ്പോട്ടിലേക്ക് പോയി. ഈ പുള്ളിക്കാരൻ ഒരു പോലീസുകാരനാണ്. അമ്മയുടെ അസിസ്റ്റന്റ് ആണ്. ഇന്നലെ ഏതാണ്ട് 11 മണിയോടെ ഇവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്ന ഈ പെൺകുട്ടിയെ കാണാനില്ലെന്ന് അവരുടെ വീട്ടുകാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനു മുന്നേ ഏതാണ്ട് 8 മണിയോടെ അവൾക്ക് ബസ് മിസ്സായി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവളുടെ ബ്രദറിന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിരുന്നു. 11 മണിയായിട്ടും അവളെ പറ്റി യാതൊരു ഇൻഫർമേഷനും ഇല്ലാതായപ്പോൾ അവളുടെ പേരൻസ് പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ആ അന്വേഷണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇവളുടെ ഡെഡ് ബോഡി കണ്ടെത്തുന്നത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് താഴെയായിട്ടാണ് ഡെഡ് ബോഡി ഇട്ടിരിക്കുന്നത്. ആ സ്പോട്ടിലേക്ക് ആളുകളെ ലീഡ് ചെയ്യുന്ന തരത്തിൽ പെൺകുട്ടിയുടെ ചെരുപ്പ് റോഡിൽ തന്നെ വെച്ചിരുന്നു. വിച്ച് മീൻസ് ഇങ്ങനെ കൊലപാതകം ചെയ്ത കില്ലറിന് ഇക്കാര്യം പുറത്തറിയണമെന്ന് നിർബന്ധമുണ്ട്. ഈ വാർത്ത ചർച്ച ചെയ്യപ്പെട്ട് കാണാൻ അയാൾ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോയിനെയും അവളുടെ അസിസ്റ്റന്റിനെയും ഹീറോയിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫെർമിൻ എന്നൊരു ഓഫീസർ വിളിച്ച് ബോഡി എടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ഈ ഫെർമിനെ നമ്മുടെ ഹീറോയിനുമായിട്ട് ചെറിയൊരു ഈഗോ ഇഷ്യൂ ഉണ്ട്. പുള്ളിക്കൊരു തോന്നലുണ്ട് നമ്മുടെ ഹീറോയിൻ അങ്ങേരെക്കാളും ബെറ്റർ ആണെന്ന്. സംഭവം അങ്ങേരുടെ തോന്നൽ മാത്രമല്ല, അത് സത്യമാണ്. ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ തന്നെക്കാളും ബെറ്റർ ആണെന്നുള്ളൊരു തോന്നൽ, ആ ഒരു അസൂയ, അതാണ് സംഭവം. കൊല്ലപ്പെട്ട് കിടക്കുന്ന പെൺകുട്ടിയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കിയാണ് അവളെ കൊന്നിട്ടുള്ളത്. അവളുടെ ഇരു കൈകളും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ മലർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ പ്യൂബിക് ഹെയർ ഒക്കെ ക്ലീൻ ചെയ്ത് അവിടെ എല്ലാം ഷേവ് ചെയ്തിട്ട് അവിടെ ഒരു കേക്കും വെച്ചിട്ടുണ്ട്. സ്പോട്ടിലെത്തിയ നമ്മുടെ ഹീറോയിൻ പുള്ളിക്കാരുടെ കൈ ഇങ്ങനെ ഡെഡ് ബോഡിയുടെ മുകളിലേക്ക് നീക്കി പിടിച്ച് ഒരു റെസ്പെക്ട് പ്രകടിപ്പിക്കും. അത് അവരുടെ കൾച്ചറിന്റെ ഭാഗമാണ്. ഡിഫറൻറ്റ് കൾച്ചേഴ്സിൽ ഡിഫറൻറ്റ് രീതികൾ ഉണ്ടാവുമല്ലോ. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ട്. പെൺകുട്ടി പ്രഥമ ദൃഷ്ടിയാൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. കില്ലറുകളുടെ പ്യൂബിക് ഹെയർ ഒക്കെ ക്ലീൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള റിച്വൽ ചെയ്തതാണോ എന്നുള്ള സംശയവുമുണ്ട്. പോരാത്തതിന് അവിടെ തന്നെ കേക്കും വെച്ചേക്കുന്നു. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ മുടി മാത്രമല്ല ഇവിടെ ഉള്ളത്, മറ്റെന്തോ മൃഗങ്ങളുടെ മുടിയും കൂടി ഇതിന്റെ കൂട്ടത്തിലുണ്ട്. അതിനർത്ഥം സം കൈൻഡ് ഓഫ് റിച്വൽ ഇവിടെ നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന പെൺകുട്ടിയുടെ പേര് ഐൻഹോവ എലിസാസു എന്നാണ്. അവളുടെ പേഴ്സ് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിൽ അവളുടെ പേരും ഉണ്ടായിരുന്നു. ആകെ 13 വയസ്സ് മാത്രമാണ് ഈ പെൺകുട്ടിക്കുള്ളത്. അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അവളുടെ ക്ലോസ് റിലേഷനിലേക്കൊക്കെ അന്വേഷണം നീളുന്നു. അവിടെ കട്ട് ചെയ്താൽ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഇതിനു മുമ്പ് ഇതേപോലെ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടിനെ നമ്മുടെ ഹീറോയിൻ ചോദ്യം ചെയ്യുന്നതാണ്. ഒരിക്കൽ ഇവനും ഇവന്റെ ഗേൾ ഫ്രണ്ട് തമ്മിൽ എന്തോ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി. അവൻ അവളെ കാറിൽ നിന്ന് ഇറക്കി വിട്ടു. അന്നാണ് ആ പെൺകുട്ടി കൊല്ലപ്പെടുന്നത്. ഇവനെന്ന് ഇറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ അവൾക്കൊന്നും പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അവളെ അങ്ങനെ ഇറക്കി വിട്ടത് എന്നുള്ളതിന് ഇവന്റെ ന്യായീകരണം, അന്ന് അവൾ മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്ത് ഒട്ടും ബോധമില്ലാത്ത രീതിയിലാണ് ഇവനോട് സംസാരിച്ചത്. അവൾക്ക് ത്രീസം വേണമെന്നൊക്കെ പറഞ്ഞു. ഇവന്റെ കൂടെ മാത്രമല്ല മറ്റു ബോയ്സിന്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് ബഹളം വെച്ചു എന്നൊക്കെ പറഞ്ഞു. ഇവൻ പറയുന്നതൊക്കെ നമ്മുടെ ഹീറോയിൻ വിശ്വസിക്കുന്നുണ്ട്. ഇവനല്ല ഇവന്റെ ഗേൾ ഫ്രണ്ടിനെ കൊന്നത്. ആൻഡ് ഇപ്പം നടന്നിരിക്കുന്ന കൊലപാതകത്തിൽ ഇവന് വലിയ റോളൊന്നും ഇല്ലെന്നാണ് അവൾക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് 6 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇവന്റെ ഗേൾ ഫ്രണ്ട് കാറിലെ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ഇപ്പോൾ ഈ പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ 2 കേസുകളിലും കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഈ 2 കേസുകളിലും യൂസ് ചെയ്തിരിക്കുന്ന കയർ എക്സാക്ട്ലി സെയിം തന്നെയാണ്. ഒരേ കയർ തന്നെ 2 ആയിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്തിരിക്കുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലായി. അതായത് ഇവർ അന്വേഷിക്കുന്നത് ഒരു സീരിയൽ കില്ലറിനെയാണ്. കേസ് ഇങ്ങനെ ആയതോടെ ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം വേണം, ശക്തമായ അന്വേഷണം വേണമെന്ന് മനസ്സിലാക്കി ഇവരുടെ സീനിയർ, ഇവരുടെ ക്യാപ്റ്റൻ നമ്മുടെ ഹീറോയിനെ തന്നെ കേസ് ഏൽപ്പിച്ചു. ഇതിനെല്ലാം ശേഷം അവൾ തിരികെ അവളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് ചെല്ലുന്നു. അവന്റെ പേര് ജെയിംസ്. ആളൊരു ആർട്ടിസ്റ്റ് ആണ്. നമ്മുടെ ഹീറോയിൻ ഈ കേസിന്റെ ഉത്തരവാദിത്തം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവന് സന്തോഷമാവുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവർ ടൗണിൽ പോയി സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. ഹസ്ബൻഡ് എപ്പോഴും ഇവൾ കൂടെ ഉണ്ടാവണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിലും അവളുടെ ഡ്യൂട്ടി ഇതായതുകൊണ്ട് അവളുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മനസ്സിലാക്കി അവനും സമ്മതിച്ചു. ഇരുവർക്കും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നത് ഒട്ടും സെറ്റ് ആവാത്ത പരിപാടിയാണ്. ബട്ട് സ്റ്റിൽ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് സഹിച്ചേ പറ്റൂ. തുടർന്ന് നമ്മുടെ ഹീറോയിൻ കേസ് അന്വേഷണത്തിന് വേണ്ടി ആ ഒരു ടൗണിലേക്ക് മാറുന്നു. ആക്ച്വലി ഇത് നമ്മുടെ ഹീറോയിന്റെ ഹോം ടൗൺ ആണ്. ഇവളുടെ നാടാണ്. ഇവൾ ഇവിടുന്ന് ഇവളുടെ ഇംഗ്ലീഷുകാരൻ ഹസ്ബൻഡിനെ കെട്ടി മറ്റൊരിടത്തേക്ക് പോയിന്നേ ഉള്ളൂ. ഓൺ ദ വേയിൽ ഒരു പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ കാർ നിർത്തി കാറിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ നിന്ന് അവളുടെ ഹോം ടൗൺ ഇങ്ങനെ നോക്കി കാണും. ഇന്നേരം അവിടെ കാടിനിടയിൽ നിന്ന് ആരോ വിസിലടിക്കുന്ന ശബ്ദങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ആരാണ് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാൻ പറ്റുന്നില്ല. ഇരുട്ടാണ്, ഒന്നും വ്യക്തമായി കാണത്തില്ലല്ലോ. ദെൻ കേസ് അന്വേഷണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് എത്തി. ഓക്കെ ഗൈസ്, ശ്രദ്ധിച്ച് കേൾക്കണം. ലാസ്റ്റ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഫ്യൂണറൽ നാളെയാണ്. അവിടെ ചെന്ന് നമ്മൾ കൃത്യമായി വിഷ്വൽസ് എല്ലാം കളക്ട് ചെയ്തിരിക്കണം. അവിടെ വന്നിട്ടുള്ള എല്ലാവരെ പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. പിന്നെ 6 ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലപ്പെട്ട ക്ലാര എന്ന പെൺകുട്ടിയുടെ ഫ്യൂണറലെ വിഷ്വൽ നമുക്കുണ്ടോ? അപ്പോൾ ഇവളെ അസിസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസുകാരിൽ ഒരാൾ പറയും, ആക്ച്വലി അതില്ല മാം, അതൊരു ഫസ്റ്റ് ഇൻസിഡന്റ് ആയതുകൊണ്ട് നമ്മൾ അത്ര ശ്രദ്ധ കൊടുത്തില്ല. ശരി, തൽക്കാലം നിങ്ങളൊരു കാര്യം ചെയ്യും. ആ ഒരു ഫ്യൂണറലിന്റെ ഫോട്ടോസ് വീഡിയോസ് കിട്ടാവുന്ന മാക്സിമം കളക്ട് ചെയ്യും. എന്നിട്ട് ഈ 2 ഫ്യൂണറൽസിലെയും വിഷ്വൽസ് ചെക്ക് ചെയ്ത് ആരെങ്കിലും അവിടെ കോമൺ ആയിട്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ മാം, അങ്ങനെ ചെയ്യാം. പിന്നെ ആ പെൺകുട്ടിയുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ മുടി അത് അവളുടെ മാത്രം മുടിയല്ല. കാട്ടിൽ ജീവിക്കുന്ന മാൻ, ആട്, നായ,
കുറുക്കൻ, ബിയർ, ഈ മൃഗങ്ങളുടെ ഒക്കെ മുടി ഉണ്ടായിരുന്നു. ഒരേ സമയം ഈ മൃഗങ്ങളൊക്കെ അവിടെ വരിക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. മീൻസ് കില്ലർ എന്തോ ടൈപ്പ് ഓഫ് റിച്വലൂടെ ചെയ്തിട്ടുണ്ടെന്ന് സംശയിക്കാം. ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻസ് ഇതൊക്കെയാണ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയിൻ ഈ ടൗണിൽ അവൾ ജീവിക്കാൻ പോകുന്ന വീട്ടിലേക്ക് ചെല്ലുന്നു. ആക്ച്വലി ഇത് ഇവളുടെ ആൻറ്റിയുടെ വീടാണ്. ഈ പുള്ളിക്കാരി ഹീറോയിൻ്റെ ചേച്ചിയാണ്. ഹീറോയിൻ 2 ചേച്ചിമാരുണ്ട്. അതിൽ നടുക്കത്തെ ചേച്ചിയാണ് ഈ പുള്ളിക്കാരി. ഇത് നമ്മുടെ ഹീറോയിൻ്റെ ആൻറ്റി. ചെറുപ്പത്തിൽ ഒരു പ്രായം മുതൽ നമ്മുടെ ഹീറോയിൻ ആൻറ്റിയുടെ വീട്ടിലാണ് ജീവിച്ചത്. അവിടുന്ന് കിട്ടിയതാൽ നമ്മുടെ ഹീറോയിൻ്റെ പാസ്റ്റിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ഹീറോയിൻ അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും 2 ചേച്ചിമാരുടെയും കൂടെ അവരുടെ വീട്ടിൽ ജീവിക്കുന്ന ആ ഒരു സമയത്ത് അമ്മയുടെ അമ്മയും അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു. അമ്മയുടെ അമ്മയ്ക്ക് അമ്മേനെ മാത്രം ഇഷ്ടമല്ല. ഇവളുടെ മൂത്ത 2 ചേച്ചിമാരോട് പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നവുമില്ല. എന്നാൽ എന്തുകൊണ്ടോ നമ്മുടെ അമ്മയെ ചെറിയ പ്രായത്തിൽ തന്നെ പുള്ളിക്കാരി വെറുത്തിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ചാണ് നമ്മുടെ ഹീറോയിൻ കിടന്നുറങ്ങുന്നത്. ശേഷം അടുത്ത ദിവസം റീസെന്റ് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയുടെ ഫ്യൂണറലിന് ചെല്ലുന്നു. അവിടെ വന്നിട്ടുള്ള ആളുകളുടെ വിഷ്വൽസ് ഒക്കെ ഇവർ കളക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ കൂട്ടത്തിൽ ഒരാൾ ദൂരെ നിന്ന് ഓടി മാറി പോകുന്നത് നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിക്കുന്നത്. ഒട്ടും സമയം കളയാതെ ഓടിച്ചെന്ന് അവനെ പിടിച്ചു. സംഭവം കില്ലറാണെന്ന് കരുതി ചെന്ന് പിടിച്ചത് ഇവളുടെ നടുക്കത്തെ ചേച്ചിയുടെ ഹസ്ബൻഡിനെയാണ്. ഇവന്റെ പേര് ഫ്രെഡി. എന്തിനാണ് ഇവളെ കണ്ടപ്പോൾ ഓടിയെന്നൊക്കെ പറഞ്ഞ് ഇവള് ചോദിച്ചപ്പോൾ അവൻ പറയുന്നത് അത് പിന്നെ അവൾ നിന്നോട് പറഞ്ഞു കാണുമെന്ന് ഞാൻ കരുതി. വേറൊന്നുമല്ല, നിന്റെ ചേച്ചിയായിട്ട് ഞാനിപ്പോൾ അത്ര നല്ല ടേംസിലല്ല. ഞങ്ങൾ ഏതാണ്ട് ഡിവോഴ്സ് ആവുന്നതിൻ്റെ വക്കില്ല. അതാ ഞാൻ നിന്നെ കണ്ടപ്പോൾ മാറിപ്പോകാൻ ശ്രമിച്ചേ. അവൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനായിട്ട് ഇവിടെ നിന്ന്. ഇന്നേരം അമ്മയുടെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡും അങ്ങോട്ട് വരുന്നു. ഇദ്ദേഹത്തിന്റെ പേര് വിക്ടർ. അമ്മയുടെ മൂത്ത ചേച്ചിയുടെ പേര് ഫ്ലോറ. പുള്ളിക്കാരി ഇവിടെ വലിയൊരു ബേക്കറി നടത്തുന്നുണ്ട്. അമ്മയുടെ ഫാമിലി വലിയൊരു ബേക്കറി ഒക്കെ നടത്തിയിരുന്നവരാണ്. അമ്മയുടെ അച്ഛനും അമ്മയും നടത്തിയ ആ ബേക്കറി ഫ്ലോറ ഏറ്റെടുത്ത് അവളിപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുവന്നു. ഇവിടെ ഫ്ലോറയും വിക്ടറും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ലെന്നും ഇദ്ദേഹം പറയുന്നുണ്ട്. അതായത് അമ്മയുടെ മൂത്ത ചേച്ചിയുടെയും ഇളയ ചേച്ചിയുടെയും ദാമ്പത്യ ജീവിതം അത്ര നല്ല രസത്തിലല്ലെന്ന്. ശേഷം അന്നൊരു ഈവനിങ് ടൈം ആയപ്പോഴേക്കും നമ്മുടെ ഹീറോയിൻ സലാസാർ ബേക്കറിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇവളുടെ മൂത്ത ചേച്ചി ഫ്ലോറയെ കാണാൻ വേണ്ടി ചെല്ലുന്നതാണ്. ചേച്ചിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവളുടെ മൂത്ത ചേച്ചി ഫ്ലോറയ്ക്ക് ഇവളെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. സ്ട്രേഞ്ചേഴ്സ് സംസാരിക്കുന്ന പോലെ അത്ര ഡിസ്റ്റൻസ് ഇട്ടാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ ചേച്ചിയുമായിട്ടുള്ള ഒരു ബോണ്ടിംഗ് ഒന്നും ഇവിടെ ഇല്ല. അമ്മ അങ്ങോട്ട് ചെന്നത് തന്നെ കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ്. ഇവർക്ക് ആ ഡെഡ് ബോഡിയിൽ നിന്ന് ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആ കേക്ക് ഫ്ലോറയ്ക്ക് കൊടുത്താൽ അതിന്റെ സ്പെഷ്യാലിറ്റീസ് ഫ്ലോറയ്ക്ക് പറയാൻ സാധിക്കും. ആ കേക്കിൽ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ചേരുവകൾ ചേർത്തിട്ടുണ്ടോ, എന്ത് തരത്തിലുള്ള മാവാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഇത് ഉണ്ടാക്കിയിട്ട് എത്ര നാളായി കാണാൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ പുള്ളിക്കാരിക്ക് ടേസ്റ്റ് ചെയ്ത് തന്നെ പറയാൻ പറ്റും. ആൻഡ് ഫ്ലോറ പറയുന്നത് ഈ ഒരു കേക്ക് പെർഫെക്റ്റ്ലി മിക്സ് ചെയ്ത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാവുന്ന ആരോ ഉണ്ടാക്കിയതാണെന്നും മാക്സിമം ഒരു 4 ദിവസം പഴക്കം കാണുമെന്നാണ്. അതായത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഫ്ലോറയുടെ ബേക്കറിയിലടക്കം ഉണ്ടാക്കുന്ന പോലെ അതേ പ്രോസസ്സിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കേക്ക്. ഇതേപോലത്തെ കേക്ക് എവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിച്ചപ്പോൾ അതിന്റെ ഒരു ലിസ്റ്റ് എടുത്ത് കൊടുക്കാമെന്ന് ഫ്ലോറയും സമ്മതിക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങി പുറത്ത് വരുമ്പോൾ ഇവളെ കാണുന്ന ഒരു സ്ത്രീ, നീ റൊസാരിയോയുടെ മകളല്ലേ? പണ്ടേ ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോയവള്, ഇവിടെ ബേക്കറി ഒന്നും നോക്കി നടത്താൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മൂവ് ചെയ്ത്. അതെ എൻ്റെ പേര് അമ്മയാ. അതിനാ സ്ത്രീ, എനിക്ക് നിന്റെ അമ്മയുടെ കാര്യത്തിൽ വിഷമമുണ്ട്. പിന്നെ നീ ആ മരിച്ച പെൺകുട്ടികളെ കൊന്നതാരാന്ന് കണ്ടുപിടിക്കുമ്പോൾ നിനക്ക് കാര്യമൊക്കെ മനസ്സിലാവും എന്ന് ഒരുമാതിരി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ എന്താ ഈ പുള്ളിക്കാരി ഉദ്ദേശിച്ചെന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ മറ്റൊരാൾ അലറി വിളിക്കുന്ന ശബ്ദം ഇവള് കേട്ട് അങ്ങോട്ട് ഓടി ചെല്ലുന്നു. അവിടെ വേറൊരു സ്ത്രീ അന്നെ എന്ന പേര് അലറി വിളിക്കുമായിരുന്നു. ആ സ്ത്രീയുടെ മകളാണ് അന്നെ. രാവിലെ സ്കൂളിൽ പോയ കൊച്ചിനെ കാണാനില്ല. അവൾ എവിടെ പോയെന്ന് ഒരു ഐഡിയയും ഇല്ല. 1.5 മാസത്തിനിടെ ഇവിടെ തന്നെ 2 കൊലപാതകങ്ങൾ, അതും വളരെ വിയേർഡായിട്ടുള്ള രീതിയിൽ. അതിനിടെ ഈ സ്ത്രീയുടെ മകളെ കാണാതാവുന്നു. അവർക്ക് പേടി ഉണ്ടാവാതിരിക്കത്തില്ലല്ലോ. നമ്മുടെ ഹീറോയിൻ അവരുടെ അടുത്ത് നിന്ന് അവരെ ആശ്വസിപ്പിച്ച്, നിങ്ങൾ പേടിക്കണ്ട, ഞാനൊരു പോലീസുകാരിയാണ്, ഞാൻ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. തുടർന്ന് ടൗണിലെ കാടുകളിലും മേടുകളിലും ഒക്കെ അന്നയ്ക്ക് വേണ്ടി ശക്തമായ തിരച്ചിൽ നടത്തുന്നു. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ പോലീസും നാട്ടുകാരും എല്ലാം വലിയ രീതിയിൽ തിരച്ചിൽ നടത്തി. തിരിഞ്ഞ് ഇവർക്ക് ഒരു പെയർ ഓഫ് ഷൂസ് കണ്ടുപിടിക്കാൻ പറ്റി. എന്നാൽ അത് മിസ്സായിരിക്കുന്ന പെൺകുട്ടിയുടെ ഷൂ അല്ലായിരുന്നു. തുടർന്ന് വീണ്ടും ശക്തമായ തിരച്ചിൽ നടത്തുന്നു. റോഡ് സൈഡിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഷൂസോ ചെരുപ്പുകളോ വല്ലതും വെച്ചിട്ടുണ്ടോ എന്ന് തിരയണം. കില്ലറിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അമ്മയെ അമേരിക്കയിലുള്ള അവളുടെ ഒരു സുഹൃത്തിനെ വിളിച്ച് ഷെയർ ചെയ്യുന്നുണ്ട്. അമ്മയെ ഇങ്ങനെ കേസുകളിലൊക്കെ സ്റ്റക്ക് ആകുമ്പോൾ പുള്ളിക്കാരി അവനോട് സഹായം ചോദിക്കാറുണ്ട്. അവനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവൻ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുക്കും, എന്തെങ്കിലുമൊക്കെ ലീഡ് പറഞ്ഞു കൊടുക്കും. ഇവിടെയും അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത്, നീ ഒരു കാര്യം ചെയ്യും, തൽക്കാലം ആ കില്ലറിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈ കൊലപാതകങ്ങളിൽ നിന്ന് കണ്ടെത്താൻ നോക്ക്. അവന്റെ രീതികളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവൻ എത്ര ഹൈറ്റ് കാണും, വെയിറ്റ് കാണും, എത്ര പ്രായമുള്ളവനാൻ ചാൻസ് ഉണ്ട്, ഇതിന്റെ ഒക്കെ ഒരു ഹിന്റ് നമുക്ക് കിട്ടുമല്ലോ. അത് വെച്ച് മുന്നോട്ട് പോകും. നമ്മുടെ ഹീറോയിനും അതൊക്കെ കേട്ടിട്ട് നേരെ അവളുടെ ആന്റിയുടെ വീട്ടിലേക്ക് വരുന്നു. അവിടെ ഇവളെ കാത്ത് ഇവളുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞില്ലേ, ലോങ് ഡിസ്റ്റൻസ് ഇവർക്ക് സെറ്റ് ആവില്ല. നമ്മുടെ ഹീറോയിനെ തേടി അയാൾ ഇങ്ങ് പോകുന്നു. കില്ലറിനെ ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കില്ലറിനെ പറ്റിയുള്ള പല കിംവദന്തികൾ നാട്ടിൽ പരക്കുന്നുണ്ട്. അതിലൊന്നാണ് ഈ നാട്ടുകാരൊക്കെ വിശ്വസിക്കുന്ന ദ ബസാജൂൺ ആണ് കൊലപാതകം ചെയ്യുന്നത് എന്നുള്ളത്. ന്യൂസ് മീഡിയാസ് ഒക്കെ ഇങ്ങനെ വാർത്ത പബ്ലിഷ് ചെയ്യുന്നത് ആന്റിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇവരെന്തൊക്കെ ഈ വിളിച്ച് പറയുന്നത്? ബസാജൂൺ അങ്ങനെയൊക്കെ ചെയ്യുമോ? ബസാവോന്റെ അർത്ഥം തന്നെ ലോർഡ് ഓഫ് ദ ഫോറസ്റ്റ് എന്നാണ്. അതെല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു ക്രീച്ചറാണ്, എല്ലാത്തിന്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ക്രീച്ചർ. അങ്ങനെയുള്ള ക്രീച്ചർ എന്തിനാ ഈ പെൺകുട്ടികളൊക്കെ കൊല്ലുന്നേ? ചുമ്മാ വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞോളും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദോഷമാണ്, അറിയോ? ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ജെയിംസ്, അല്ല ശരിക്കും എന്താ ഈ ബസാവോൺ, നിങ്ങൾ എന്തിനെ പറ്റി പറയുന്നേ? ശരീരം മുഴുവൻ രോമങ്ങളുള്ള ഒരു ജൈജാന്റിക് ക്രീച്ചറാണ് അത്രേ അത്. ഓരോ നാട്ടിലും ഓരോ ഫോക്ലോർ കഥകൾ കാണുമല്ലോ, അത്തരത്തിൽ ഇവിടെ ഉള്ളവരുടെ വിശ്വാസമാണത്. ഈ ക്രീച്ചർ റിയൽ ആണെന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ ഒരു ക്രീച്ചറേ ഇല്ലെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ആന്റി അതൊക്കെ റിയൽ ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പുള്ളിക്കാരി ഒരു വലിയ ബുക്ക് തന്നെ എടുത്ത് നമ്മുടെ ജെയിംസിന്റെ കയ്യിൽ കൊടുത്ത് ഇതിനകത്തോണ്ട് ബസാവോണിനെ പറ്റി വായിച്ച് മനസ്സിലാക്കിക്കോളാൻ പറഞ്ഞു. അന്ന് രാത്രി ജെയിംസ് ആ പുസ്തകമൊക്കെ വായിക്കുന്നു. അതിനകത്ത് നമ്മുടെ ഹീറോയിന്റെ ചെറുപ്പകാലത്തിൽ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കണ്ടതും അമ്മയെ വീണ്ടും അവളുടെ ചെറുപ്പകാലത്തെ പറ്റി ആലോചിക്കുന്നു. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവളുടെ അമ്മയ്ക്ക് ഇവളെ ഒട്ടും ഇഷ്ടമല്ല. അമ്മയുടെ ചെറുപ്പത്തിൽ ഈ ഒരു പ്രായത്തിൽ അമ്മയുടെ അമ്മ ഇവൾക്ക് മുടി വെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞ് കൊച്ചിനെ വല്ലാണ്ടങ്ങ് ഹറാസ് ചെയ്യുന്നുണ്ട്. മുടി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ച് മാക്സിമം വേദനിപ്പിച്ച് കത്രിക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കട്ട് ചെയ്ത് കൊച്ചിന്റെ നെറ്റി മുറിഞ്ഞ് ബ്ലഡ് വരുന്നവരെയുണ്ട്.
ഇതൊക്കെ ആലോചിച്ച് രാത്രി ഉറക്കം കിട്ടാതെ നമ്മുടെ അമ്മയെ എണീറ്റ് ജനലിന്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ദേ അവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു പാലത്തിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഒരു ഡാർക്ക് റെഡ് ജാക്കറ്റ് ഒക്കെ ധരിച്ച ഒരു പെൺകുട്ടി. അവളെ കണ്ടതും അമ്മയ്ക്ക് അത് ഇപ്പൊ കാണാതായിരിക്കുന്ന അന്നയാണെന്ന് തോന്നി. ഒട്ടും സമയം കളാതെ അമ്മയെ ഓടി പുറത്ത് ആ പാലത്തിൽ ചെന്നതും ഇത്രയും നേരം അവിടെ ഉണ്ടായിരുന്ന അന്നയെ കാണാനില്ല. പുറത്ത് നല്ല മഴയുണ്ട്. അതൊന്നും വകവകാതെ നമ്മുടെ ഹീറോയിൻ അവിടെ മൊത്തം അന്നയെ തിരക്കുവാണ്. ഉടനടി ഇതൊക്കെ കണ്ട് ഇവളുടെ നടുക്കത്തെ ചേച്ചി റോസ് അവിടെ വന്ന് ഇവളെ പിടിച്ചു നിർത്തി. അമ്മയാ നീ ഇതെന്തൊക്കെ ഈ കാണിക്കുന്നേ? റോസ് ഞാൻ അവളെ കണ്ടു. നീ കണ്ടായിരുന്നോ? ഹുഡിയൊക്കെ ഇട്ട് ഏതെങ്കിലും പെൺകുട്ടി ഇതുവഴി പോന്നേ? ഏയ് ഞാൻ ആരെയും കണ്ടില്ല. നീ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. അമ്മയാവട്ടെ ഉടനെ തന്നെ അവളുടെ അസിസ്റ്റന്റിനെ വിളിച്ച് ഇവളുടെ വീടിന് പരിസരത്ത് മൊത്തം തിരച്ചിൽ നടത്താൻ ആവശ്യപ്പെട്ടു. അതിനൊക്കെ ശേഷം അടുത്ത ദിവസം അമ്മ അവളുടെ അസിസ്റ്റന്റിനെ മീറ്റ് ചെയ്യുമ്പോൾ പറയുന്നതാവട്ടെ അവർ കഴിഞ്ഞ ദിവസം ഈ ഏരിയ മുഴുവൻ തിരഞ്ഞു. എല്ലാ മുക്കും മൂലയും എല്ലാ ഊടുവഴിയും തിരഞ്ഞു. എന്നിട്ടും ആ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരുപക്ഷെ അമ്മ ഇന്നലെ കണ്ടത് ആ പെൺകുട്ടി ആയിരിക്കത്തില്ല. ഒരുപക്ഷെ അമ്മയ്ക്ക് തോന്നിയത് കൂടി ആയിരിക്കാമെന്നും പറയുന്നു. തോന്നിയതൊന്നുമല്ല, ഞാൻ അവളെ കണ്ടതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, എത്രയും വേഗം ഈ ടൗണിൽ ഇതിനു മുമ്പ് മിസ്സായിട്ടുള്ള എല്ലാ ആളുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ഇതുവരെ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയതിനെ സ്റ്റോക്ക് ചെയ്തതിനെ ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ ക്രിമിനൽസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും എനിക്ക് കിട്ടണം. കഴിഞ്ഞ 20 വർഷത്തെ മുഴുവൻ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കുക. എന്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന കില്ലർ ആ ലിസ്റ്റിൽ ഉണ്ടാവും. ഇങ്ങനെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടുന്ന് പോകാനായിട്ട് എഴുന്നേൽക്കുമ്പോഴാണ് ഈ റെസ്റ്റോറന്റിന് പുറത്ത് വെച്ച് ഇവളുടെ ചേച്ചി ഫ്ലോറയും ഇവളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫെർമിൻ എന്ന ഇവളെ ഇഷ്ടമല്ലാത്ത ആ ഓഫീസറും സംസാരിക്കുന്നത് കാണുന്നത്. ആഹാ, ഇവർ തമ്മിൽ എന്തോ ബന്ധമുണ്ട്. ഫ്ലോറ ഇപ്പോൾ അവളുടെ ഹസ്ബൻഡ് വിക്ടറുമായിട്ട് അത്ര നല്ല സുഖത്തിലല്ലോ. ഇതിനെല്ലാം ശേഷം അന്നേ ദിവസം തന്നെ റോഡ് സൈഡിൽ അന്നയുടെ ചെരുപ്പിരിക്കുന്നത് ഒരാൾ കണ്ടു. പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്നു. അന്നയുടെ ബോഡി കണ്ടെടുത്തു. സീരിയൽ കില്ലർ തന്നെയാണ് ഇവിടെയും കൊല നടത്തിയിരിക്കുന്നത്. മുമ്പ് നടന്ന 2 കൊലപാതകങ്ങൾ പോലെ തന്നെ അതേ രീതികൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത്തവണ ഇവർക്ക് എക്സ്ട്രാ ഒരു ലീഡ് കിട്ടുന്നുണ്ട്. അന്നെ കില്ലറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവളുടെ നഖമൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കില്ലറിന്റെ സ്കിൻ ഇവൾക്ക് മാന്തി പൊളിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കില്ലറിന്റെ DNA അതിലൂടെ കണ്ടെത്താൻ സാധിച്ചേക്കും. ഇതേ സമയം ഇവരുടെ കൂടെയുള്ള ഫെർമിൻ എന്ന ഓഫീസർ അയാൾ അവിടെ ആരോ കണ്ടു എന്ന് പറഞ്ഞ് ഒരു ഡയറക്ഷനിലേക്ക് ഓടി പോകുന്നു. നമ്മുടെ അമ്മയും അങ്ങേറെ അസിസ്റ്റന്റും ഒക്കെ ഓടി ചെന്നപ്പോഴേക്കും ഫെർമിൻ ഷൂട്ട് ചെയ്തിരുന്നു. എന്നാൽ അങ്ങേരെ ഷൂട്ട് ചെയ്തത് കോയ്പു എന്നറിയപ്പെടുന്ന ഒരു മൃഗത്തെയാണ്. ഇതിനെ കണ്ടിട്ട് മനുഷ്യനാണെന്ന് തോന്നി അത്ര അങ്ങേർക്ക്. ചെക്ക് ചെയ്ത് വന്നപ്പോൾ ആ മൃഗം പ്രഗ്നന്റ് ആയിരുന്നു. ഏതാണ്ട് അതിന്റെ വയറിൽ തന്നെയാണ് വെടി കൊണ്ടിരിക്കുന്നത്. അതിന്റെ കുഞ്ഞ് മരിച്ചിട്ടുണ്ടാവും. കോയ്പു അങ്ങനെ കിടന്ന് നരയിക്കുന്നത് കണ്ട് നമ്മുടെ ഹീറോയിൻ അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ശേഷം അന്നയുടെ വീട്ടിലെത്തി അവളുടെ പേരൻസിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നു. അന്നെ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല, വേണ്ടാത്ത റിലേഷൻസ് ഒന്നുമില്ല. വളരെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് മാത്രമേ സൗഹൃദം പുലർത്തിയിരുന്നുള്ളൂ. കുട്ടികളൊക്കെ വീട്ടിൽ വന്ന് ഹോംവർക്ക് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു, ഒരുമിച്ചിരുന്ന് പഠിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് പേരൻസിന് പറയാനുള്ളത്. അന്നെ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ ചെക്ക് ചെയ്തിരുന്ന നമ്മുടെ ഹീറോയിന് അന്നയുടെ ലാപ്പിൽ ഒരു സ്പെഷ്യൽ ഫോൾഡറിൽ നിന്ന് അവളുടെ കുറേ തുണിയില്ലാത്ത ഫോട്ടോസ് കണ്ടെത്താൻ സാധിച്ചു. പേരൻസ് വിചാരിച്ച് വെച്ചിരുന്ന പോലെ അത്ര പാവം കുട്ടിയൊന്നുമല്ല അന്നെ. ഒരു ഫോൾഡർ നിറയെ ഇത്തരത്തിലുള്ള ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. മറ്റാർക്കോ അയച്ചു കൊടുക്കാൻ വേണ്ടി ക്യാപ്ചർ ചെയ്തതാവാം. അമ്മ ആ ഒരു സിസ്റ്റവും തെളിവായിട്ട് കളക്ട് ചെയ്തു. ദെൻ അന്നയുടെ ബോഡിയിൽ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് കില്ലർ അന്നയുടെ മേക്കപ്സ് എല്ലാം ക്ലീൻ ചെയ്ത് കളഞ്ഞിട്ടാണ് അവളെ കൊന്നിരിക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതിന് മുമ്പ് നടന്നിട്ടുള്ള 2 കൊലപാതകങ്ങളോ പോലൊക്കെ തന്നെയാണ്. ഒരു തരത്തിൽ കില്ലർ വരെ പ്യൂരിഫൈ ചെയ്യുകയാണെന്ന് പറയാം. പിന്നെ ഇവരെയൊക്കെ കൊന്നിടുന്ന രീതി, 2 കൈകളും ഇങ്ങനെ മലർത്തി വെച്ച് കൊന്നിടുന്ന രീതി മാതാവിന്റെ പിക്ചറിനോട് സാദൃശ്യമുള്ള രീതിയാണെന്ന് നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട്. മാതാവിന്റെ ഈ ഒരു പിക്ചർ നോക്ക്, കൈ ഈ സൈഡിലേക്ക് ഇങ്ങനെ മലർത്തി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? സോ കില്ലർ ഈ ഒരു രീതിയിൽ ഈ ടൗൺ പ്യൂരിഫൈ ചെയ്യുവാണത്രേ. അന്നയെ പോലെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, കില്ലറുടെ പെർസ്പെക്റ്റീവിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കുകയാണത്രേ. ഏറ്റവും ആദ്യം കൊല ചെയ്യപ്പെട്ട ക്ലാര എന്ന പെൺകുട്ടിക്ക് അവളുടെ ബോയ് ഫ്രണ്ട് കൂടാതെ മറ്റാൺ സുഹൃത്തുക്കളുമായിട്ട് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നെന്ന് അവൻ തന്നെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബന്ധം പുലർത്തിയിരുന്ന പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്ത് കൊല്ലുകയാണ് കില്ലർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കി ഈ ടൗൺ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണോ എന്തോ. ഇതിനെല്ലാം ശേഷം അന്നയുടെ സ്കൂളിലെത്തി അവളുടെ സുഹൃത്തുക്കളോടൊക്കെ ഒരു കാര്യങ്ങൾ തിരക്കുന്നു. ആ കൂട്ടത്തിൽ ഒരേ ഒരു പെൺകുട്ടി അന്നെ അത്ര നല്ല കുട്ടിയായിരുന്നില്ല. അവൾക്കൊരു പ്രായമായ ഒരു വ്യക്തിയുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. അയാളുടെ കല്യാണം കഴിഞ്ഞതാണെന്നും അയാൾക്ക് കുട്ടികളുണ്ടെന്നും ഒക്കെ അറിഞ്ഞിട്ടും അന്നെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വ്യക്തി ആരാണെന്നോ എവിടെയുള്ള ആളാണെന്നോ ഒന്നും ഇവൾക്ക് അറിയില്ല. എന്നാലും ബാക്കിയുള്ളവരൊക്കെ പറയുന്ന പോലെ അന്നെ അത്ര ഒരു നല്ല കുട്ടി ആയിരുന്നില്ല. അവൾക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിച്ച് പറഞ്ഞു. ദെൻ തിരികെ വീട്ടിലെത്തുന്ന നമ്മുടെ ഹീറോയിൻ അവളുടെ ആന്റിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഇവള് ആ പെൺകുട്ടിയെ കണ്ടിരുന്നു, കൊല്ലപ്പെട്ട പെൺകുട്ടിയെ കണ്ടിരുന്നു. അതെന്തുകൊണ്ടാണ് ഇവൾക്ക് അങ്ങനെ കാണാൻ പറ്റിയത് എന്നൊക്കെ ആന്റിയോട് ചോദിച്ചു. അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ഇല്ലില്ല, ഞാൻ എൻ്റെ റൂമിൽ നിൽക്കുമ്പോൾ അവളെ ആ പാലത്തിൽ കണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്തിനാണ് ആന്റിയുടെ അടുത്ത് പറയുന്നതല്ലേ? കാരണം ആന്റിക്ക് കുറച്ച് മന്ത്രം തന്ത്രം അങ്ങനെയുള്ള കുറേ പരിപാടി അറിയാം. ഈ കാർഡ്സ് വെച്ചിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാനോ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ട്. അമ്മ അവളുടെ കോട്ട് വരുമ്പോൾ പുള്ളിക്കാരുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു വാൽനട്ട് താഴെ വീഴും. ഇത് കാണുന്ന ആന്റി പേടിച്ച് പുറകോട്ട് മാറുന്നുണ്ട്. ഈ വാൽനട്ട് നമ്മുടെ ഹീറോയിന് അന്നയുടെ വീട്ടിൽ പോയി പരിശോധന നടത്തുമ്പോൾ അവളുടെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാണ് അത്രേ. ആന്റി പറയുന്നത് ഇത്തരത്തിലുള്ള വാൽനട്ടുകൾ വിച്ചസിന്റെ പവേഴ്സിനെ സിംബലൈസ് ചെയ്യുന്നതൊക്കെയാണ്. വിച്ചുകളിൽ ഈ വാൽനട്ടിനകത്ത് അവരുടെ ഈവിൽ ശക്തി നിറച്ച് ആർക്കെങ്കിലും തിന്നാൻ കൊടുക്കും. ആരെങ്കിലും അത് കഴിച്ചാൽ പിന്നീട് ആ വ്യക്തി വിച്ചുകളുടെ കൺട്രോളിലായിരിക്കും. ആന്റി പറയുന്നതിലൊന്നും അമ്മയ്ക്ക് അത്ര വിശ്വാസമില്ല. ഈ കെട്ടുകഥകളൊന്നും വിശ്വസിക്കാൻ താല്പര്യമില്ല. ലോജിക്കലായിട്ട് മുന്നോട്ട് കേസ് അന്വേഷിച്ച് പോകുന്ന അവള്. ഇത് കേട്ടതും ആന്റി പുള്ളിക്കാരിക്ക് ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. നിനക്കറിയോ, എനിക്കൊരു 16 വയസ്സുള്ളപ്പോഴാണ് വിറകെടുക്കാനായിട്ട് ഞാൻ കാട്ടി പോകുമായിരുന്നു. ഡെയിലി പോകുമായിരുന്നു. ഒരു ദിവസം വിറകൊക്കെ എടുത്ത് തിരിച്ചു വരുമ്പോൾ ഞാനൊരു വിസിൽ ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കരുതി അതൊരു വലിയ മനുഷ്യനായിരിക്കുമെന്ന്. ഇത്രയും വലിയ ചെസ്റ്റൊക്കെ ഉള്ള വലിയ മുടിയുള്ള ഒരു ജയന്റ് മനുഷ്യൻ. എന്നാൽ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് അതൊരു വലിയ ക്രീച്ചർ ആയിരുന്നു. ഒരു തരത്തിലുള്ള മാജിക്കൽ ക്രീച്ചർ. എനിക്കെന്തോ അതിനെ വാൺ ചെയ്യുന്ന പോലെ തോന്നി. ഞാൻ അതിന്റെ അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും അത് പെട്ടെന്ന് ഡിസപ്പിയർ ആയിപ്പോയി. അടുത്ത ദിവസം ഞാൻ വീണ്ടും അതേ സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ആ വിസിൽ ശബ്ദം കേട്ട് ഞാൻ നിന്നില്ലായിരുന്നെങ്കിൽ കാട്ടിലെ വലിയൊരു ഗുഹയിലേക്ക് ഞാൻ വീണുപോയിനി. ശരിക്കും ആ ക്രീച്ചർ എന്നെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ അമ്മയാ? ബസാഹുൺ എന്നെ രക്ഷപ്പെടുത്തുമായിരുന്നു. പലരും പറയുന്ന പോലെ അതൊരു കെട്ടുകഥയല്ല, അത് റിയൽ ആണ്. വെറുതെ അല്ല ആന്റി നേരത്തെ ബസാഹുണിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ആന്റി പറയുന്ന പോലെ ഇവർക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ബസാഹുൺ ഒരു പ്രൊട്ടക്ടറാണ്. അതൊരിക്കലും പെൺകുട്ടികളോട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല
ചെയ്യത്തില്ലെന്ന് ഉറപ്പുണ്ട് ആൻറ്റിക്ക്. അമ്മയുടെ ചെറുപ്പകാലത്ത് അവളുടെ അമ്മ അവളെ ഒരുപാട് ഉപദ്രവിക്കുമെങ്കിലും അവളുടെ അച്ഛൻ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അമ്മ അറിയാതെ രഹസ്യമായി അമ്മയ്ക്ക് പൈസയൊക്കെ കൊണ്ടു കൊടുക്കും. ബേക്കറിയുടെ താക്കോലൊക്കെ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ അറിയാതെ പൈസ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണോ ഇവളുടെ അമ്മയ്ക്ക് ഇവളോട് ഇത്ര വാശി? രാത്രി കൊച്ചു കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഇന്ന് രാത്രി നിന്നെ ഞാൻ തിന്നാൻ പോവാ എന്നൊക്കെയാണ് കൊച്ചിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. ഈ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നമ്മുടെ അമ്മയെ ഞെട്ടി എണീറ്റപ്പോൾ അവളുടെ തല ഇടിച്ചു. കാരണം ആൻറ്റിയുടെ വീട്ടിൽ കിടന്നുറങ്ങേണ്ട അമ്മയെ ഇപ്പോൾ ആൻറ്റിയുടെ വീട്ടിലല്ലെന്നേ, വേറെ ഏതോ സ്ഥലത്താണ് പുള്ളിക്കാരി. ഇതിപ്പോൾ എന്തൊരു സംഭവം? താനിത് എവിടെയാണെന്ന് അറിയാതെ നമ്മുടെ അമ്മയെ അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവളുടെ അച്ഛൻ പണ്ട് അവൾക്ക് കൊടുത്ത ഒരു താക്കോൽ അവളുടെ കഴുത്തിലുണ്ട്. ചുറ്റുപാട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവൾ ആ ബേക്കറിക്കുള്ളിലാണ്. എങ്ങനെയാണ് ഇവൾ ആ ബേക്കറിക്കുള്ളിൽ എത്തിയതെന്ന് ഇവൾക്ക് പോലും അറിയില്ല. അവിടുന്ന് നേരെ പുറത്ത് വന്ന് തിരിച്ച് ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു കുളിക്കുന്ന സമയം ഇവളുടെ കഴുത്തിലുണ്ടായിരുന്ന താക്കോല് പുള്ളിക്കാരി ഊരി എറിഞ്ഞ് കളയുന്നുണ്ട്. പേടിച്ചിട്ടാവും, കാരണം ഇവൾക്ക് തന്നെ അറിയില്ലോ ഇവൾ എങ്ങനെയാണ് ആ ബേക്കറിയിൽ എത്തിയതെന്നും ഈ കീ ഇവളുടെ കഴുത്തിൽ വന്നതെന്നും ഒക്കെ. അന്ന് രാത്രി ഹസ്ബൻഡിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. ആകെ പോകെ അവൾക്ക് ഒരു ആശ്വാസം അങ്ങേര് മാത്രമാണ്. ദെൻ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിനും അസിസ്റ്റന്റും കൂടെ പഴയ കേസുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യാൻ ചെല്ലുന്നു. ഇപ്പോൾ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന പോലത്തെ സീരിയൽ കില്ലിങ്സ് പണ്ട് എപ്പോഴെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് വന്നപ്പോഴാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഏതാണ്ട് ഇതുമായിട്ട് സാദൃശ്യമുള്ള തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. അന്നത്തെ ഡീറ്റെയിൽസ് ഒക്കെ ചേഞ്ചെടുത്തപ്പോൾ അന്നും ഇതുപോലെ പെൺകുട്ടികളെ കൊന്ന് അവരുടെ മുടിയൊക്കെ ചീകി ഒതുക്കി ഒരു പ്രത്യേക രീതിയിൽ അവരെ കിടത്തി ശരീരത്തിൽ ക്യാൻഡീസ് മുട്ടായിസ് ഒക്കെ വെച്ച രീതിയിൽ ഇങ്ങനെ കുറേ ഡെഡ് ബോഡീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നൊക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടുത്തെ കേസുമായിട്ട് അവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ആ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു. അന്നും തുടർച്ചയായി കൊലപാതകങ്ങൾ നടന്നിരുന്നെങ്കിലും അതിലൊന്നും ഭയങ്കര കാര്യമായിട്ടുള്ള സാദൃശ്യം ഇല്ലാത്തതിനാൽ പോലീസുകാർ ഇതെല്ലാം ഒരാളാണ് ചെയ്യുന്നതെന്ന് സംശയിച്ചില്ല. ആ കൊലപാതകങ്ങൾ ചെയ്ത ആളെ ഇതുവരെയും പിടിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കൊലപാതകങ്ങൾ നടക്കുന്നതുകൊണ്ട് അന്ന് കൊലപാതകങ്ങൾ ചെയ്ത അതേ ആൾ തന്നെയായിരിക്കും ഇപ്പോഴും ഇങ്ങനെ പെൺകുട്ടികളെ കൊല്ലുന്നതെന്ന് ഇവർക്ക് സംശയം. ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് നമ്മുടെ അമ്മയെ നേരെ അവിടുന്ന് അവരുടെ ബേക്കറിയിലേക്കാണ് ചെല്ലുന്നത്. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ബേക്കറി നോക്കി നടത്തുന്ന ഇവളുടെ മൂത്ത ചേച്ചി ഫ്ലോറയും അവളുടെ ഹസ്ബൻഡ് വിക്ടറും വഴക്കുണ്ടാക്കുന്നതാണ് ഇവൾ കാണുന്നത്. കാര്യം എന്താണെന്ന് നമ്മുടെ ഹീറോയിൻ തിരക്കിപ്പോൾ ഫ്ലോറ പറയുന്നതാവട്ടെ വിക്ടറും ഫ്ലോറയും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ടും ഇപ്പോൾ അവൻ ആനിവേഴ്സറി ആഘോഷിക്കണം പോലും. അതും പറഞ്ഞ് ഫ്ലോറയെ ശല്യം ചെയ്യുവാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഓടിച്ചു വിട്ടതെന്ന്. ദെൻ നേരത്തെ നമ്മുടെ ഹീറോയിൻ ആവശ്യപ്പെട്ട പോലെ ആ ഡെഡ് ബോഡിയിൽ നിന്ന് കിട്ടിയ ടൈപ്പ് ഓഫ് കേക്ക് എവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ലിസ്റ്റ് ഫ്ലോറ കൊടുക്കുന്നുണ്ട്. അമ്മ ഒരു മിനിറ്റ്, നീ ഇപ്പോൾ ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കുന്നു, ആ പെൺകുട്ടികളുടെ ഫ്യൂണറലിനൊക്കെ പോകുന്നു, ഇവിടെ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി നിനക്ക് നിന്റെ കുടുംബത്തോട് കാണിച്ചുകൂടെ? നമ്മുടെ അമ്മയെ പറ്റി ഒന്ന് ചിന്തിച്ചുകൂടെ? ഒന്ന് കാണാൻ പൊക്കൂടെ? അമ്മയ്ക്ക് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാനേ ഇഷ്ടമല്ല. അവളുടെ അമ്മയെ മീറ്റ് ചെയ്യാൻ അവൾ ഒരുക്കമല്ല. ഫ്ലോറ കൊടുത്ത ലിസ്റ്റൊക്കെ നോക്കിയിട്ട് അല്ല ഇതിൽ ഈ ബേക്കറിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലല്ലോ, ഇവിടെ യൂസ് ചെയ്യുന്ന മാവ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണം. തുടർന്ന് 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഹീറോയിൻ ആവശ്യപ്പെടുന്ന പോലെ ആ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാമെന്ന് ഫ്ലോറ സമ്മതിച്ചു. ബേക്കറിയിൽ നേരെ പുറത്ത് വരുമ്പോൾ ഫ്ലോറയുടെ ഹസ്ബൻഡ് വിക്ടർ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്ത് നിന്ന് കാര്യം തിരക്കിപ്പോൾ അവൻ പറയുന്നതാവട്ടെ ഫ്ലോറയ്ക്ക് അവനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബൈക്കിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളോട് ഒരിക്കൽ കൂടി ബൈക്കിൽ വരാമെന്ന് ചോദിച്ചു. അതിൻ്റെ പേരിലാണ് ഇവർ തമ്മിൽ കുറച്ച് മുമ്പ് ഉടക്കായത്. ഇരുവരും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ലെങ്കിലും ഇവൻ വലിയ കാര്യമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിൻ ഇവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം ഹീറോയിൻ അവളുടെ അസിസ്റ്റന്റ് ഫോൺ ചെയ്ത് എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ പറഞ്ഞു. ഉടൻ തന്നെ നമ്മുടെ ഹീറോയിൻ ഇവളുടെ നടുക്കത്തെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്, അതായത് ഫ്രെഡിയുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് ഡോറിൽ നോക്കി ചെയ്തിട്ടൊന്നും ഫ്രെഡി ഡോർ തുറക്കുന്നില്ല. ജനാല വഴി അകത്ത് നോക്കിയപ്പോൾ അവൻ്റെ തൂങ്ങിച്ചാവാൻ ശ്രമിക്കുന്നതാണ് ഇവൾ കാണുന്നത്. ഉടനടി അമ്മയെ ഓടി അകത്ത് കയറി ഇവളുടെ അസിസ്റ്റന്റിന്റെ കൂടെ സഹായത്തോടെ അവൻ കഴുത്തിൽ മുറിക്കിയ കയറൊക്കെ മുറിച്ച് അവനെ രക്ഷപ്പെടുത്തുന്നു. ഫ്രെഡിയുടെ കയ്യിൽ ഒരു പേപ്പർ ചുരുട്ടി പിടിച്ചിരുന്നു. അതിലാവട്ടെ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആനെ എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ആനെ എന്ന കുട്ടിക്ക് ഒരു മധ്യവയസ്കനുമായി ബന്ധമുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ മധ്യവയസ്കൻ വേറെ ആരുമല്ല ഇവളുടെ നടുക്കത്തെ ചേച്ചിയുടെ ഹസ്ബൻഡായ ഫ്രെഡിയാണ്. ഇയാൾ ആത്മഹത്യക്ക് ശ്രമിച്ച ഒരുമാതിരി അൺകോൺഷ്യസ് അവസ്ഥയിലായതുകൊണ്ട് ഇവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കൃത്യസമയത്ത് ഇവരിവിടെ എത്തിയത് കൊണ്ട് മാത്രമാണ് അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്. ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർമാർ വിശദമായി പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിനു മുമ്പും ഫ്രെഡി ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. തുടർന്ന് ഫ്രെഡിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ഹീറോയിൻ ഫ്രെഡിയുടെ ആത്മാർത്ഥ സുഹൃത്തായ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഫ്രെഡിയും ആനയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയൊക്കെ ഈ പുള്ളിക്ക് അറിയാം. അയാൾ പറയുന്നത് ഒരിക്കലും ഫ്രെഡി ആയിരിക്കില്ല ആനയെ കൊന്നത്, ഒരിക്കലും ഫ്രെഡിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്നാണ്. അമ്മയും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഒരിക്കലും ഫ്രെഡിക്ക് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഇവൾ കരുതുന്നില്ല. ഫ്രെഡിയുടെ വൈഫ് അമ്മയുടെ ചേച്ചിക്ക് ഫ്രെഡിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയായിരുന്നു. അത് അന്നയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നെങ്കിലും ഫ്രെഡിക്ക് മറ്റേതോ പെണ്ണുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം അറിയായിരുന്നു. എന്ന് കരുതി ആ പെണ്ണിനെ കൊല്ലാനൊന്നും ഫ്രെഡിയെ കൊണ്ട് പറ്റത്തില്ല. അത്ര ധൈര്യമൊന്നും ഫ്രെഡിക്കില്ലെന്നാണ് അവളുടെയും അഭിപ്രായം. അന്നയെ കൊല്ലപ്പെടുന്ന സമയം ഫ്രെഡി ഹോസ്പിറ്റലായിരുന്നു എന്നാണ് ഫ്രെഡിയുടെ സുഹൃത്ത് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഫ്രെഡിയും ഫ്രെഡിയുടെ ഈ സുഹൃത്തും കൂടെ ഒരു ബാറിലിരുന്ന് വെള്ളം അടിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് തവണ അവൻ അന്നയെ വിളിച്ചിരുന്നു. കുറേ വിളിച്ചിട്ട് അവളെ കിട്ടാതായപ്പോൾ അന്നേരം ഉണ്ടായ വെപ്രാളത്തിൽ അവൻ അവൻ്റെ കൈ അറുത്തു. അന്നയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ വെപ്രാളത്തിൽ ചെയ്തതാണ്. ഫ്രെഡിയുടെ സുഹൃത്ത് ഈ പുള്ളിക്കാരൻ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഇവൻ അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഒരല്പം മുമ്പ് ഡോക്ടർ ഹീറോയിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ അവൻ്റെ കയ്യിലൊക്കെ മുറിവുണ്ട്, അവൻ ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. ഇതാണ് സംഭവം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിനോടും തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ഫ്രെഡിയുടെ സുഹൃത്തായിട്ടുള്ള ആ പുള്ളിക്കാരൻ നമ്മുടെ ഹീറോയിനോട് പറയും ഒരിക്കൽ നീ ഞങ്ങളോട് ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയി, അതുകൊണ്ട് നീ വലിയ നിലയിലെത്തി. ശരിക്കും ഇക്കാര്യത്തിൽ ഞങ്ങൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്ന് ചോദിച്ചു. എന്തോ കുത്തി പറയുന്ന പോലെ. എന്തായാലും നമ്മുടെ ഹീറോയിൻ മറുപടി പറയാൻ നിൽക്കുന്നില്ല. അവളോടും തിരികെ പോയി. തിരികെ വീട്ടിൽ വന്ന് കേസിന്റെ കാര്യമൊക്കെ ഓർത്ത് അമ്മ ഒരുമാതിരി കൺഫ്യൂസ്ഡ് ആയി അവളുടെ ഗണ്ണൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയം പുറകെ നിന്നൊരു ശബ്ദം കേട്ടു. ചാടി എണീറ്റ് ഗണ്ണ് അങ്ങോട്ട് പോയിന്റ് ചെയ്തപ്പോൾ അത് അവളുടെ ഹസ്ബൻഡ് ആയിരുന്നു. സോറിയൊക്കെ പറഞ്ഞ് ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവനാണെങ്കിലും ഇവളുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാവും. ഇവളാകെ ടെൻഷൻ ആണെന്ന് മനസ്സിലാക്കി അവനോളെ ആശ്വസിപ്പിക്കുന്നു. വളരെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള
ആയിട്ടുള്ള ഹസ്ബൻഡ്. അങ്ങനെ കെട്ടിപ്പിടിച്ച് അവർ നേരെ ബെഡ്റൂമിലേക്ക് പോകും. പിന്നെ അവിടെ എന്തൊക്കെയോ സംഭവിക്കും. നമുക്ക് പ്രായമായിട്ടില്ല, നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കാനേ പോകണ്ട. ദെൻ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ പള്ളിയിൽ നിൽക്കുന്ന സമയം പോലീസുകാർ ഇവളെ കോൺടാക്ട് ചെയ്ത് അടുത്ത ഒരു ബോഡി കണ്ടെത്തി എന്ന് പറഞ്ഞു. ഹീറോയിനും നേരെ സ്പോട്ടിലെത്തി. ഒരു കാടിന് നടുവിലുള്ള ഒരു ചെറിയ വീട്ടിലാണ് ബോഡി കിടക്കുന്നത്. ഇതുവരെ നടന്നു വന്നിട്ടുള്ള കില്ലിങ്സിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബോഡി കിടക്കുന്നത്. കില്ലറുടെ സ്ഥിരം പാറ്റേൺ ഒന്നും അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടി മരിച്ചിട്ട് ഒരാഴ്ചയായി. ഈ സ്ഥലത്തൂടെ പാസ് ചെയ്ത കുറെ കൊച്ചു കുട്ടികളാണ് ഈ ബോഡി കണ്ടത്. അവർ ഈ ഡെഡ് ബോഡിക്ക് അടുത്ത് പൂവൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നതും കാണാം. ഇതിന് മുന്നേ ഉള്ള കൊലപാതകങ്ങളിൽ പെൺകുട്ടികളെ കൊല്ലാൻ യൂസ് ചെയ്തിട്ടുള്ള തരത്തിലുള്ള കയറല്ല ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ പെൺകുട്ടിയുടെ കൈ മുറിച്ചെടുത്തിട്ടുണ്ട്. കില്ലറിന്റെ സ്ഥിരം പാറ്റേൺ ആയിട്ടുള്ള കേക്ക് ഒന്നും ഇവിടെ കാണാനില്ല. മാത്രമല്ല ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇതിൽ നിന്നൊക്കെ തന്നെ ഇവരന്വേഷിക്കുന്ന സീരിയൽ കില്ലർ ആയിരിക്കില്ല ഈ കൊലപാതകം ചെയ്തതെന്ന് അനുമാനിക്കാം. ഇതൊക്കെ നോക്കി നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ ചുറ്റുപാടൊക്കെ നോക്കുമ്പോൾ വുഡ്സിനിടയിൽ ആരോ നിൽക്കുന്നത് ഇവള് കാണുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് ചെന്ന് അവിടെ ആരാ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അവിടെ എങ്ങും ആരെയും കാണാനില്ല. തൊട്ടു മുമ്പ് ഇവളൊരു രൂപത്തെ കണ്ടിരുന്നു. ഇപ്പം ഇവിടെ വന്ന് നോക്കിയപ്പോൾ കാണാനില്ല. ശേഷം അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ ഹീറോയിനെ കാണാനായിട്ട് ഒരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം കൊല്ലപ്പെട്ട പെൺകുട്ടിയില്ലേ, അവളുടെ അമ്മയാണ് വന്നിരിക്കുന്നത്. അവർ പറയുന്നതാവട്ടെ തന്റെ മകളെ കൊന്നത് ആരാണെന്ന് അവർക്ക് അറിയാവുന്നത്. വേറെ ആരുമില്ല, ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് തന്നെയാണ് അവളുടെ മകളെ കൊന്നിരിക്കുന്നതെന്ന്. അയാളല്ല തന്റെ മകളുടെ അച്ഛൻ, ഇവളുടെ സെക്കൻഡ് ഹസ്ബൻഡാണ് അങ്ങേര്. ഒരു പ്രായം മുതലേ തന്റെ മകളെ അയാൾക്ക് നോട്ടം ഉണ്ടായിരുന്നെന്നും അയാളുടെ രീതികളൊന്നും ശരിയായിരുന്നില്ലെന്നും തന്റെ മകൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഉത്തരവാദി അങ്ങേരാണെന്നും ഇവൾ ഉറപ്പിച്ചു പറയുന്നു. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ ഹീറോയിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫെർമിൻ എന്ന പുള്ളിക്കാരൻ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും ചെയ്തിട്ടുള്ളത് ഈ പുള്ളിക്കാരുടെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് അങ്ങേരെതിരെയുന്നു. ഫെർമിൻ അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഈ സ്ത്രീയുടെ അടുത്ത് വന്ന് എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാവും, നിങ്ങളൊരു ധൈര്യശാലിയായ സ്ത്രീയാണ്, ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിന് ആ പുള്ളിക്കാരി മറുപടിയായി, ശരിയാണ് എനിക്ക് നല്ല ധൈര്യമുണ്ട്, എന്നാലും എൻ്റെ അവസ്ഥ കണ്ടില്ലേ, എനിക്ക് ആകെ ഉണ്ടായിരുന്ന മകളെ കൂടെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നു. ശേഷം നമ്മുടെ ഹീറോയിൻ അവളുടെ അസിസ്റ്റന്റ് അടുത്ത് ചെല്ലുന്നു. അവനവട്ടെ ഈ കൊലപാതകങ്ങളെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുമായിരുന്നു. ഇതുവരെ കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സീരിയൽ കില്ലിങ്സും ഇപ്പോൾ നടക്കുന്ന സീരിയൽ കില്ലിങ്സും തമ്മിൽ നല്ല സാമ്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ചെറിയ ചില വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ ഭയങ്കര മൃഗീയമായിട്ടുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നീറ്റായിട്ടുള്ള രീതിയിലാണ്. കില്ലർ അത്ര അഗ്രസീവായിട്ടുള്ള രീതിയിൽ വരെ സമീപിക്കുന്നില്ല. കില്ലറുടെ ഉദ്ദേശം താൻ ചെയ്യുന്ന കൊലപാതകങ്ങൾ എല്ലാവരും അറിയണമെന്നുള്ളതാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കുറേ ആളുകളെ കൊന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് 7 വർഷത്തോളം കില്ലർ ആരെയും കൊന്നിട്ടില്ല. സമാനമായ കൊലപാതകങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇതേപോലത്തെ കൊലപാതകങ്ങൾ റിപ്പീറ്റ് ആകുന്നു. ഇനിയൊരു പക്ഷേ അന്ന് കൊല ചെയ്ത കില്ലർ മറ്റേതെങ്കിലും കേസിൽ പിടിക്കപ്പെട്ട് ജയിലിലായതായിരിക്കൂ, അതുമല്ലെങ്കിൽ അവനെന്തെങ്കിലും മയക്കുമരുന്ന് വല്ലതും യൂസ് ചെയ്ത് കുറേ നാൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലായിരുന്നിരിക്കൂ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റീസൺ ആകാം. എന്തുകൊണ്ടോ കില്ലർ 7 വർഷം ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളും ഡെഡ് ബോഡീസ് കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ മനസ്സിലാക്കി അവിടങ്ങളിലൊക്കെ ആ സമയങ്ങളിൽ നടന്നിട്ടുള്ള ആൾ കൂടിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോയി അന്വേഷണം നടത്താൻ നമ്മുടെ ഹീറോയിൻ ആവശ്യപ്പെടുന്നു. മാർക്കറ്റ്സിലും ഫെയർസിലും ഓപ്ഷൻസിലും എക്സിബിഷൻസിലും അവിടെയൊക്കെ പോയി വിഷ്വൽസ് കളക്ട് ചെയ്ത് ഇവിടങ്ങളിലൊക്കെ കോമൺ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ സംശയിക്കത്തക്കതായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറയുന്നു. അടുത്ത സീനിൽ അമ്മയുടെ വീടിനടുത്തായിട്ടൊരു വാൽനട്ട് ഇരിക്കുന്നതും ഒരു ഡോഗ് ഓടി വന്ന് അതിനടുത്ത് നിന്ന് കുരയ്ക്കുന്നതൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു പക്ഷേ ഇവളുടെ ആന്റി വിശ്വസിക്കുന്ന പോലെ വാൽനട്ടുകൾ പ്രശ്നമാണോ, വിച്ചുകൾ ഇതിനകത്ത് വല്ല മന്ത്രം ചെയ്ത് വിട്ടതാണോ എന്തോ. രാത്രിയായിട്ട് ഉറക്കം വരാതെ നമ്മുടെ ഹീറോയിൻ അമേരിക്കയിലുള്ള ഇവളുടെ സുഹൃത്തിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കോൾ വോയിസ് മെയിലേക്ക് കണക്ട് ആയി. തുടർന്ന് വോയിസ് മെയിലേക്ക് ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ കേസ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല, ഇത്രയൊക്കെ ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഇത് വെച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഐഡിയ ഇല്ലാതെ നിൽക്കുക എന്നൊക്കെ ഇവൾ പറയുന്നുണ്ട്. ഈ പോയിന്റിൽ നമ്മുടെ ഹീറോയിനും സ്റ്റക്കാണ്. എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് അവൾക്ക് ഒരു ഐഡിയ ഇല്ലാത്ത അവസ്ഥ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഊഹാപോഹം വെച്ചാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പറ്റുന്നിടത്തൊക്കെ അന്വേഷിച്ച് നോക്കാം, കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു രീതി. രാത്രി നമ്മുടെ അമ്മ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് അവളുടെ ആന്റിയെ കണ്ട് അവളങ്ങ് ഞെട്ടിപ്പോയി. കയ്യിലുള്ള ഗ്ലാസും താഴെ വീണു. എന്തുകൊണ്ടോ ഗ്ലാസ് പൊട്ടിയില്ല. ഗ്ലാസ് പൊട്ടാത്തത് കണ്ട് ഇവളിങ്ങനെ കൺഫ്യൂസ് ആയി നിൽക്കുമ്പോൾ ആന്റി പറയും, നിനക്ക് കുറേ ചോദ്യങ്ങൾ ചോദിക്കാനില്ലേ, ബാ നമുക്ക് കാർഡ് നിരത്തി നോക്കാം, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയെന്നിരിക്കും. അമ്മയ്ക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ലെങ്കിലും ഇപ്പോൾ അവൾ സ്റ്റക്കായി നിൽക്കുന്നതുകൊണ്ട് ആന്റി പറയുന്ന പോലെ അവൾ കാർഡ്സ് ചൂസ് ചെയ്യുന്നു. ഹീറോയിന്റെ ആദ്യത്തെ ചോദ്യം, ഈ കൊലപാതകം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യുന്നത്? അതിന് ആന്റിയുടെ ഉത്തരം, അവൻ ഇങ്ങനെ കൊലപാതകങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവന്റെ ലൈഫിന് അർത്ഥം ഉണ്ടാവുന്നുണ്ട്. അവൻ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അവനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മോറൽസ് ആണ് അവനെ ഈ കൊലപാതകങ്ങളിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അവന്റെ പാസ്റ്റ് എങ്ങനെയാണ്? പാസ്റ്റിനെ പറ്റി അറിയാൻ പറ്റുമോ? അവൻ പണ്ടൊരു അടിമയായിരുന്നു, ഇപ്പോൾ അവൻ ഫ്രീ ആണ്. ഈ നഗരത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. ഹീറോയിന്റെ അടുത്ത ചോദ്യം, എങ്കിൽ അവനിപ്പോൾ എവിടെയാണ്? അവനിപ്പോൾ നിന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മയാ, നീയാണ് അവന്റെ ഉദ്ദേശം. അവൻ നിന്നെ തേടി വരുന്ന പോലെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതെന്തിനാ അവൻ എനിക്ക് നേരെ വരുന്നേ? അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ ആന്റി അടുത്ത ചീട്ട് മറിച്ചിടുമ്പോൾ അതിൽ ഡെവിലിന്റെ രൂപം വന്നു. അതുകൊണ്ട് ആന്റി പേടിച്ച് ഒരുമാതിരി അങ്ങ് പുറകോട്ട് മാറി. നമ്മുടെ ഹീറോയിൻ ആന്റി ആശ്വസിപ്പിക്കുന്നു. കട്ട് ചെയ്താൽ നഗരത്തിലെ ഏതോ ഒരു സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് ബസ് മിസ്സാവുന്നതും പിന്നെ അവൾ വഴിയരികിൽ കാത്തു നിൽക്കുന്നതും അതുവഴി പാസ് ചെയ്യുന്ന ഒരു വാൻ അവൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് കണ്ട് അവളുടെ അടുത്ത് വന്ന് നിർത്തുന്നതും അവൾ ആ വാനിൽ കയറി പോകുന്നതും കാണിക്കുന്നു. ഒരു പക്ഷേ ഇത് കില്ലർ ആയിക്കൂടെ? കില്ലറിന്റെ രീതി ഇങ്ങനെ ആയിക്കൂടെ? മുമ്പ് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിക്കും ബസ് മിസ്സായി എന്നുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. മേ ബി ഇതൊക്കെ മനസ്സിലാക്കി കില്ലർ വാനിൽ വന്ന് അവരെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതായിക്കൂടെ? ഇതാകുമ്പോൾ ബലപ്രയോഗത്തിനൊന്നും ആവശ്യമില്ലല്ലോ. ഈ പെൺകുട്ടികൾ വാനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവന് നിസ്സാരമായിട്ട് കൊലപാതകം ചെയ്യാമല്ലോ. അതിനുശേഷം നമ്മൾ കാണുന്നത് ലാസ്റ്റ് ആയിട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ രണ്ടാം അച്ഛനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുന്നതാണ്. ചോദ്യം ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങേര് കുറ്റം സമ്മതിച്ചു. ഇങ്ങേര് തന്നെയാണ് ഇങ്ങേരുടെ മകളെ കൊന്നത്. സ്വന്തം മകളല്ല, സ്റ്റെപ്പ് ഡോട്ടറിനെ കൊന്നത്. അവളെ ഇങ്ങേര് കിസ് ചെയ്യാൻ ശ്രമിച്ചു, അവൾ സമ്മതിച്ചില്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. ഇയാൾ അവളുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കി, അങ്ങനെ അവൾ കൊല്ലപ്പെട്ടു. അവളുടെ ശരീരം ആ കാട്ടിലുള്ള വീട്ടിൽ കൊണ്ടിട്ടു. അവിടെ വെച്ചാണ് ഇവൻ ശാരീരികമായി ബന്ധപ്പെടുന്നത്. ഇവന്റെ അടങ്ങാത്ത കാമഭ്രാന്ത് കാരണം സ്റ്റെപ്പ് ഡോട്ടറിനെ കൊന്നിട്ട് ആ ശവത്തോട് പോലും ഇങ്ങനെ ചെയ്തൊരവസ്ഥയെ. ഇതെല്ലാം കേട്ട് ഹീറോയിന്റെ അസിസ്റ്റന്റ് ചാടി എണീറ്റ്, പിന്നെ എന്തിനാണ് നീ അവളുടെ കൈ അറുത്ത് മാറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ലെന്ന്. അതായത് ഇയാളുടെ സ്റ്റെപ്പ് ഡോട്ടറിന്റെ കൈ അറുത്ത് മാറ്റിയത് ഇങ്ങേരല്ലത്രേ. മാത്രമല്ല ഈ കൊലപാതകം ചെയ്തു
കഴിഞ്ഞ് ഇവൻ കാട്ടിൽ ഒളിച്ച് താമസിക്കുമായിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി അമാനുഷികമായി എന്തൊക്കെയോ സംഭവിച്ചെന്ന്. കാട്ടിൽ ഒളിച്ചു കിടന്ന് ഇവനെ ആരോ പൊക്കിയെടുത്തുകൊണ്ട് വന്ന് റോഡിലിട്ടു. അവിടെ നിന്നാണ് പോലീസുകാർക്ക് ഇവനെ കിട്ടുന്നത്. ആരാണ് ഇവനെ പൊക്കിയെടുത്ത് റോഡിൽ കൊണ്ട് നിട്ടതെന്ന് ഇവൻ അറിയില്ല. നേരത്തെ നമ്മുടെ ഹീറോയിനും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നല്ലോ. ആന്റിയുടെ വീട്ടിൽ കിടന്നുറങ്ങിയ അവള് ബേക്കറിയിലെത്തിയ സംഭവം. വിച്ച് മീൻസ് ഇവിടെയുള്ള ആളുകൾ പറയുന്ന കഥകളിൽ എന്തൊക്കെയോ സത്യമുണ്ട്. ആ കൊലപാതകി പറഞ്ഞത് കൂടാതെ ഒരു പോലീസുകാരനും ഇതേപോലെയുള്ളൊരു കഥ നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട്. കഥയല്ല, അയാൾക്കുണ്ടായ ഒരു ഇൻസിഡന്റ്. ഇദ്ദേഹം ആ കാടിന്റെ പ്രദേശത്തൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഒരു വിസിൽ ശബ്ദം കേട്ടു. അതിനെ ഫോളോ ചെയ്ത് ചെന്നപ്പോൾ ഒരു രൂപത്തെ കണ്ടു. ആ രൂപം ഒരു കേവിനുള്ളിലേക്ക് കയറി പോകുന്നത് കണ്ടു. ഇവിടെ എന്തെങ്കിലും ഇങ്ങനെയുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ പറയണമെന്ന് നമ്മുടെ ഹീറോയിൻ ഇവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് പറഞ്ഞാണ്. ഇതെല്ലാം കൂടെ കേട്ട് നമ്മുടെ ഹീറോയിൻ ഒരുമാതിരി അങ്ങായിപ്പോയി. ഇതെന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതൊന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല. അവിടെ നിന്ന് തിരികെ നമ്മുടെ ഹീറോയിൻ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഇവളുടെ ചേച്ചിമാരും ആന്റിയും മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് വിക്ടറും ഇവളുടെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയം ഇവളുടെ മൂത്ത ചേച്ചി ഈ കൊലപാതകങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്കാരി പറയുന്നതാവട്ടെ, ഈ കൊല്ലപ്പെടുന്ന പെൺകുട്ടികളൊന്നും അത്ര നല്ല പെൺകുട്ടികളല്ല. അവളുമാരൊക്കെ ആ ടൈപ്പാണ്. സോ കില്ലറിനെ നമുക്ക് അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ലെന്ന്. അതിന് ഹീറോയിൻ ലാസ്റ്റ് ആയിട്ട് കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയെ പറ്റി പറയുന്നുണ്ട്. ലാസ്റ്റ് ആയിട്ട് കൊല്ലപ്പെട്ട ആ പെൺകുട്ടി അവളുടെ അച്ഛനാണ് കൊന്നത്. മുമ്പ് കൊല്ലപ്പെട്ട പെൺകുട്ടികളെ പോലെ ആയിരുന്നില്ല അവർ. നിങ്ങൾ ആരെയാണ് ന്യായീകരിക്കാൻ നോക്കുന്നത്? ഉടൻ ഫ്ലോറയുടെ ഹസ്ബൻഡ് വിക്ടറും നമ്മുടെ ഹീറോയിൻ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ കൊന്ന അവളുടെ രണ്ടാം അച്ഛൻ അവനൊരു കുറ്റക്കാരൻ തന്നെയാണ്. അവനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യാൻ പാടില്ല. ഇവരൊക്കെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കോൺവെർസേഷൻ കൊണ്ടുപോകുന്നു ഇഷ്ടപ്പെടാത്ത ആന്റി എഴുന്നേറ്റ് ഇത് നിർത്തിക്കേ, നിങ്ങൾ എന്താ ഇത് ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? കേസ് ഇതുവരെ തെളിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരെയും അടക്കി നിർത്തി. എന്നാൽ ഹീറോയിന്റെ മൂത്ത ചേച്ചി ഫ്ലോറയ്ക്ക് ഹീറോയിനെ അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. നമ്മുടെ അമ്മയെ അവളുടെ അമ്മയെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള രീതിയിലൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട്. ഉടൻ അമ്മയുടെ ഹസ്ബൻഡ് ജെയിംസ് ഇടപെട്ട് നിങ്ങൾ ഇപ്പോഴും ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ശരിയാണ്, അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ അമ്മ മരിച്ചുപോയി, ആ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നേ? ഇവൻ ഈ പറയുന്നത് കേട്ട് ഇവിടെ ഉള്ള ബാക്കി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോയിന്നേ. ഓ അമ്മയാ, അപ്പൊ നീ ഇവനോട് നമ്മുടെ അമ്മ മരിച്ചുപോയെന്നാ പറഞ്ഞേക്കുന്നേ? കൊള്ളാം കൊള്ളാം, സ്വന്തം അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പോലും നീ അവനോട് പറഞ്ഞിട്ടില്ലല്ലേ? അതിന് അമ്മയുടെ മറുപടിയോ? നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ മരിച്ചതാണ്. ഇത് മനസ്സിലാക്കി ജെയിംസ് നമ്മുടെ ഹീറോയിനോട് എന്താണ് ശരിക്കും നിന്റെ അമ്മയ്ക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് മറുപടി പറഞ്ഞതിന് മുമ്പ് അവൾക്കൊരു ഫോൺ കോൾ വന്നു. ഇവളുടെ അസിസ്റ്റന്റ് ആണ് വിളിച്ചത് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ. ഇവർ പല ബേക്കറീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന മാവ് അതിന്റെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ അതിലൊന്നുപോലും പെൺകുട്ടികളുടെ ശരീരത്തു നിന്ന് കിട്ടിയ കേക്കുമായിട്ട് മാച്ച് ആവുന്നില്ല. അന്വേഷണം എങ്ങും എത്തുമെന്ന് തോന്നുന്നില്ല. ആകെ സ്റ്റക്കായല്ലോ എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുന്ന സമയത്താണ് ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഫെർമിൻ എന്ന ഓഫീസർ ഇവിടെ വന്ന് ഇവർ അനലൈസ് ചെയ്തിരുന്ന ആ ഒരു മാവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് കാണുന്നത്. സംശയം തോന്നി നമ്മുടെ ഹീറോയിനും അങ്ങേരെ ഫോളോ ചെയ്ത് ചെല്ലുന്നു. ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ചയാവട്ടെ അങ്ങേര് ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊണ്ടു കൊടുക്കുന്നത് ഇവളുടെ മൂത്ത ചേച്ചി ഫ്ലോറയ്ക്കാണ്. അമ്മയെ അധികം ഒന്നും ചിന്തിക്കാതെ നേരെ അവർ സംസാരിക്കുന്നിടത്ത് ചെന്ന് രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഫ്ലോറയെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത് എന്താ? എല്ലാ ബേക്കറീസിലും യൂസ് ചെയ്യുന്ന മാവിന്റെ സാമ്പിൾസ് വേണമെന്ന്. നീ ബാക്കിയുള്ളതൊക്കെ യൂസ് ചെയ്യുന്ന മാവിന്റെ സാമ്പിൾസ് തന്നു, പക്ഷെ നിന്റെ ബേക്കറിയിലെ സാമ്പിൾസ് മാറ്റിയാണ് നീ തന്നത്. ഇനി നിനക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല. നിന്റെ ബേക്കറിയിൽ യൂസ് ചെയ്യുന്ന അതേ മാവ് തന്നെയാണ് കില്ലർ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. അതിനർത്ഥം നിനക്ക് ആ കൊലപാതകി അറിയാം. ആരാണ് അയാൾ? നീയും അയാളും തമ്മിൽ എന്താ ബന്ധം? എന്ത് ബന്ധം? ഞാനും അയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. എനിക്കാരും അറിയത്തുമില്ല. നിനക്ക് ഈ ഫാമിലിയുമായിട്ടൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് നീ പോയെങ്കിലും എനിക്ക് അങ്ങനെയല്ല. എനിക്ക് എന്റെ ഫാമിലി ബിസിനസ് രക്ഷപ്പെടുത്തിയേ പറ്റൂ. എന്റെ ബിസിനസിന്റെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ നിനക്ക് സാമ്പിൾസ് മാറ്റി തന്നത്, അല്ലാതെ വേറൊന്നുമല്ല. ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ ഉടക്കി. ഇവരിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയം ഒരു പോലീസുകാരൻ അങ്ങോട്ട് വന്ന് നമ്മുടെ ഹീറോയിനെ ചീഫ് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അമ്മ ആ ചീഫിന്റെ അടുത്ത് ചെന്നപ്പോൾ ചീഫ് ദേ ഫ്രെഡി ആത്മഹത്യ ശ്രമിച്ചപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന നോട്ട് ഇവൾക്ക് കാണിച്ചു കൊടുത്തു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ എന്ന് അവൻ എഴുതിയിരുന്ന ഒരു നോട്ടുണ്ടല്ലോ. ഇക്കാര്യം ഇതുവരെ ഹീറോയിൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുമായിട്ട് ഇവളുടെ ബ്രദറിലോയ്ക്കുള്ള ബന്ധത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യാത്തത് എന്താണെന്ന് ചോദ്യം ചെയ്യുകയാണ്. അതിനവൾക്ക് പ്രോപ്പറായ ഒരു ഉത്തരവില്ലായിരുന്നു. ഇവളുടെ ഫാമിലിയെ സംരക്ഷിക്കാൻ നോക്കുന്നു, കേസ് വഴിതിരിച്ചു വിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇവളെ കേസ് ചെയ്ത് മാറ്റുന്നു. ഇവൾക്ക് പകരമായി ഫെർമിനാണ് കേസ് ഏൽപ്പിക്കുന്നത്. ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഫെർമിനാണ് ശരിക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചീഫ് കേൾക്കുന്നില്ല. എങ്ങനെയെങ്കിലും ഈ കേസ് തെളിയിക്കണമെന്നുള്ളതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഫെർമിൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ അങ്ങനെയല്ല കേസ് അന്വേഷിക്കേണ്ടത്, ഇങ്ങനെയാണ് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞ് അവളുടെ കുറേ സജഷൻസ് പറയുന്നുണ്ട്. അങ്ങേര് കേൾക്കൂ, പുള്ളിക്കാരൻ ഒരുമാതിരി ഇവളെ ആക്കി പറഞ്ഞു വിട്ട്. ഇത്രയൊക്കെ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടും ഇവൾ കുറ്റക്കാരിയാണെന്ന മട്ടിൽ ചീഫ് അടക്കം പെരുമാറിയപ്പോൾ ഇവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവൾ ഭയങ്കര വിഷമത്തിലും മഴയത്ത് വന്ന് നിന്ന് കരയുന്നൊക്കെയുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞതും നമ്മുടെ ഹീറോയിൻ്റെ അമേരിക്കയിലുള്ള ഫ്രണ്ട് ഇവളെ കോൺടാക്ട് ചെയ്തു. ഇവൾ വോയിസ് മെയിൽ അയച്ചതൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറയുന്നത് നീ ഈ കേസുമായിട്ട് ഒരുപാട് അങ്ങ് അറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. നിന്റെ ഫാമിലി ഇതിൽ ഇൻവോൾവ് ആയതുകൊണ്ടായിരിക്കും നീ അങ്ങനെ ചിന്തിക്കുന്നത്. അതിൽ നിന്നൊക്കെ നീ പുറത്ത് വന്നേ പറ്റുള്ളൂ. നീ പറയുന്നത് കേട്ടാൽ തന്നെ മനസ്സിലാവും നീ പ്രോപ്പറായിട്ടല്ല ചിന്തിക്കുന്നത്. സോ ഇപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാ ബന്ധങ്ങളിൽ നിന്നും പുറത്ത് വന്ന് ആ സർക്കിളിൽ നിന്ന് പുറത്ത് വന്ന് ഒന്നുകൂടി ഈ കേസ് ഒന്ന് അന്വേഷിച്ച് നോക്ക്. തുടക്കത്തിൽ നിന്നൊന്നുകൂടെ അന്വേഷിച്ച് നോക്ക്. ഒരു സൈഡിലേക്കും ചായയില്ലാതെ അന്വേഷിച്ച് നോക്ക് എന്ന് സജസ്റ്റ് ചെയ്തു. അത് കേൾക്കുന്ന നമ്മുടെ ഹീറോയിനും നേരെ അവരുടെ ബേക്കറിയിലേക്കാണ് ചെല്ലുന്നത്. ബേക്കറിക്ക് പുറത്ത് നിന്ന് ജനാല വഴി അകത്തേക്ക് നോക്കുമ്പോൾ വീണ്ടും ഹീറോയിൻ്റെ പാസ്റ്റിൽ സംഭവിച്ച അവളുടെ ചെറുപ്പകാലത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഓർമ്മ വരുന്നു. പണ്ട് ഹീറോയിൻ്റെ അച്ഛൻ അവൾക്ക് കൊടുത്ത കീ ഉപയോഗിച്ച് അവൾ ഇടയ്ക്കിടെ ബേക്കറിക്കുള്ളിൽ വന്ന് അവൾക്ക് പ്രിയപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ ഒളിച്ചു വെക്കാറുണ്ടായിരുന്നു. ഇവളുടെ അമ്മ അത്ര നല്ല ആളല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഒരു തരത്തിലും ഇവളെ സ്വസ്ഥമായി വിടൂല. ഇവളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം പുള്ളിക്കാരി നശിപ്പിച്ച് കളയും. അമ്മയെ പേടിച്ച് നമ്മുടെ അമ്മയെ വളരെ രഹസ്യമായി ഈ സാധനങ്ങളൊക്കെ ബേക്കറിക്കുള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരുന്നെങ്കിലും ഒരിക്കൽ അവളുടെ അമ്മ ഇതൊക്കെ കണ്ടുപിടിച്ചു. അവളുടെ കഴുത്തിൽ കീ കിടക്കുന്നത് കൊണ്ട് ഇതാരാ നിനക്ക് തന്നെന്നൊക്കെ പറഞ്ഞ് അവളോട് ചോദിച്ചപ്പോൾ അവളുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഭയങ്കര ദേഷ്യത്തിൽ ആ തള്ള നമ്മുടെ കൊച്ചിനെ അടിച്ചൊരു വരവുമാക്കി ചപ്പാത്തിക്കോലെടുത്ത് ഒരു കൊച്ചിനെ തല്ലുന്നുണ്ട്. അത്രയും അടിച്ച് നമ്മുടെ അമ്മയുടെ ബോധം കളഞ്ഞ് അവളെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന മാവിൽ പൂഴ്ത്തി വെച്ചു. എന്തോ ഭാഗ്യത്തിന് കൃത്യസമയത്ത് അമ്മയുടെ അച്ഛൻ അവിടെ എത്താൻ പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന് കൊച്ചിനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചു. ശരിക്കും നമ്മുടെ അമ്മയുടെ അമ്മയ്ക്ക് മാനസിക രോഗമാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഭയങ്കര വിയേർഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഹോസ്പിറ്റലിലെ ഡോക്ടർ നമ്മുടെ അമ്മയുടെ അച്ഛനോട് പറയുന്നുണ്ട് അവളെ വല്ല മാനസിക ആശുപത്രിയിലുമാക്ക്, എന്നിട്ട് ഈ കൊച്ചിനെ മറ്റെവിടെയും കൊണ്ടുവിടാൻ. അതിനുശേഷമാണ് അമ്മയുടെ അച്ഛൻ അമ്മയെ അവളുടെ ആന്റിയുടെ വീട്ടിൽ കൊണ്ടുവിടുന്നത്.
പിന്നെ അങ്ങോട്ട് നമ്മുടെ കുട്ടി അവളുടെ ആൻറ്റിയുടെ കൂടെ ജീവിച്ചു. അമ്മയുടെ അമ്മയെ മെന്റൽ ഹോസ്പിറ്റലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന തന്റെ അമ്മയെ കാണാൻ അമ്മയെ വീണ്ടും അങ്ങോട്ട് ചെന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കണ്ടപ്പോൾ ആദ്യം നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. എന്തുകൊണ്ടോ ഹീറോയിൻ ഇപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ തോന്നി. ഇവളുടെ അമ്മ അവിടെ ഇവളെ കണ്ടതും ദേഷ്യപ്പെട്ട് ചാടി ഇവളെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പോലെയൊക്കെ പോകുന്നുണ്ട്. പുള്ളിക്കാരുടെ കൈയും കാലും ഒക്കെ അവിടെ പിടിച്ച് കെട്ടിയിട്ടിരുന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ആ റൂമിൽ നിന്ന് ഇറങ്ങിയ ഹീറോയിൻ പുറത്ത് വരുമ്പോൾ അവിടുത്തെ ഡോക്ടർ ഇവളെ കണ്ടിട്ട് അവരിപ്പോഴും നോർമലായിട്ടില്ല, ഭയങ്കര വയലന്റ് ആണ്. കുറച്ച് നാൾ മുമ്പ് ഒരു നഴ്സിനെ അറ്റാക്ക് ചെയ്തു, അതും നിന്റെ പേര് പറഞ്ഞ്. നിന്നെ അവരുടെ മുന്നിൽ കിട്ടി അവർ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ നഴ്സിനെ നിന്റെ പേര് പറഞ്ഞ് അറ്റാക്ക് ചെയ്ത് അവരുടെ കൈ കടിച്ച് പറിച്ച് അത് തിന്നുക വരെ ചെയ്തു. പിന്നെ നിന്റെ ബ്രദറിലോ ഇവിടെ വന്നതിന് ശേഷമാണ് പുള്ളിക്കാരി ഒന്ന് പിടിച്ചിർത്താൻ പറ്റിയത്. എന്ത്, എന്റെ ബ്രദറിലോയോ? അതെ, നിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ്. അയാൾ ഇവിടെ ഇടയ്ക്കിടെ വരാറുണ്ട്, ഇടയ്ക്കിടെ പൂവൊക്കെ കൊണ്ട് വരാറുണ്ട്. ഇത് കേട്ടതും നമ്മുടെ ഹീറോയിൻ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി പെട്ടെന്ന് അവൾ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഇതേസമയം നമ്മുടെ അമ്മയുടെ അസിസ്റ്റന്റ് പയ്യൻ 7 വർഷങ്ങൾക്ക് മുമ്പ് ആ കൊലപാതകങ്ങളൊക്കെ നടന്ന ആ സമയത്തെ ന്യൂസൊക്കെ എടുത്ത് പരിശോധിക്കുകയാണ്. അന്ന് പത്രത്തിൽ ആ കൊലപാതകത്തെ പറ്റി വന്നിട്ടുള്ള ന്യൂസൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോസിൽ ഒന്നിലും നമ്മുടെ ഫ്ലോറയും കാണാം, മറ്റൊന്നിൽ വിക്ടറിനെയും കാണാം. അതിൽ നിന്ന് തന്നെ അവന് മനസ്സിലാവുന്നുണ്ട് ഫ്ലോറയ്ക്കും വിക്ടറിനും ഈ കൊലപാതകങ്ങളിൽ എന്തോ പങ്കുണ്ടെന്ന്. സെയിം ടൈം ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്ന ഫെർമിനും അങ്ങേരുടെ ടീമും കാട്ടിലൊക്കെ കയറിപ്പോയി കാട്ടിലുള്ള വലിയ ഗുഹ കണ്ടെത്തുന്നുണ്ട്. പലപ്പോഴായി പലരും പറയുന്നുണ്ടായിരുന്നല്ലോ ഈ കാട്ടിൽ വലിയൊരു ഗുഹയുണ്ടെന്നുള്ള കാര്യം. ഫെർമിനും ആളുകൾ അവിടെ എത്തി. നമ്മുടെ ഹീറോയിൻ അവിടെ തിരക്ക് പിടിച്ച് കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ റോഡിൽ ഒരു മരം വീണ് കിടക്കുന്നു. പെട്ടെന്ന് അവൾ കാർ വെട്ടിച്ചു. നല്ല മഴയുണ്ടായിരുന്നു. വണ്ടി സ്കിഡായി മറിഞ്ഞ് നമ്മുടെ ഹീറോയിന്റെ ബോധം പോയി. ഗുഹയ്ക്കുള്ളിൽ കയറി ചെന്ന ഫെർമിനൊക്കെ അവിടെ കുറേയധികം അസ്ഥികൂടങ്ങൾ കാണാൻ പറ്റുവാണ്. കുറേയധികം സ്കെലറ്റൺസ് ഉണ്ട്. ഒരുപാട് ആളുകളെ ആരോ ഇവിടെ വെച്ച് കൊന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കൈ അവളുടെ ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, ആ കൈയും ഇവിടെയുണ്ട്. അവിടുന്ന് കെട്ടിയതാൽ കാടിനുള്ളിലുള്ള ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിയെ ഒരാൾ കടത്തിക്കൊണ്ട് വന്ന് അവളുടെ മുടിയൊക്കെ ചീകി ഒരുക്കുന്നതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പെൺകുട്ടിയെ കടത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ആൾ മറ്റാരുമല്ല, ഫ്ലോറയുടെ ഹസ്ബൻഡ് വിക്ടറാണ്. യെസ്, ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന സീരിയൽ കില്ലർ നമ്മുടെ ഹീറോയിന്റെ മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് വിക്ടറാണ്. ഇവന്റെ അടുത്ത ഏരിയയാണ് ഈ പെൺകുട്ടി. ഇവളുടെ മുടിയൊക്കെ ചീകി ഒരുക്കി ഇവന്റെ രീതിക്കനുസരിച്ച് അധികം വൈകാതെ ഇവനെ കൊലപ്പെടുത്തും. അവിടുന്ന് വീണ്ടും കണ്ടെയ്താൽ കാർ അപകടത്തിൽപ്പെട്ടുപോയ നമ്മുടെ ഹീറോയിൻ കാട്ടി എഴുന്നേറ്റ് വരുന്നു. അമ്മയെ എങ്ങനെയാണ് ഇവിടെ വന്നതെന്നുള്ള കാര്യം അമ്മയ്ക്കും അറിയില്ല, നമുക്കും അറിയില്ല. മുമ്പ് കേട്ട പോലെയുള്ള ഒരു പ്രത്യേക വിസിൽ ശബ്ദം കേട്ട് എഴുന്നേറ്റ് വരുന്ന അവൾ ചുറ്റുപാട് നോക്കുമ്പോൾ കാടിനുള്ളിൽ അവിടെ ദൂരെ ഒരാൾ നിൽക്കുന്നതായിട്ട് അവൾ കാണും. ആ രൂപത്തെ കണ്ട് അങ്ങോട്ട് ഓടി ചെല്ലുന്ന അമ്മ നേരെ കാടിനുള്ളിലുള്ള ആ ഒരു വീട്ടിലെത്തും. ഇപ്പോൾ വിക്ടർ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി വെച്ചിരിക്കുന്ന വീടില്ലേ, ആ വീട്ടിൽ അകത്ത് കയറിയ ഹീറോയിൻ ആ വീട് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ വിക്ടർ പുറകെ നിന്ന് നമ്മുടെ ഹീറോയിന്റെ കൈ കടിച്ച് അവളുടെ കയ്യിലുള്ള ഗണ്ണ് തട്ടിക്കളയും. ഇവൻ തന്നെയാണ് കൊലപാതകങ്ങൾ ചെയ്യുന്നതെന്നുള്ള കാര്യം അമ്മയ്ക്ക് നേരത്തെ മനസ്സിലായിരുന്നു. വിക്ടർ, അവളെവിടെ? നീ എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവള് മുകളിലുണ്ട്, എന്നെയും കാത്തിരിക്കുക. നിനക്കറിയോ, ഞാൻ എൻ്റെ വാൻ കൊണ്ട് നിർത്തിയപ്പോൾ അവൾ ഒരു മടിയും കൂടാതെ എൻ്റെ വാനിൽ കയറി. എന്നെ അവൾക്ക് ഇതിനു മുമ്പ് കണ്ടുപരിചയം പോലും ഉണ്ടാവത്തില്ല. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടും അവൾ ഒരു പേടിയും കൂടാതെ കയറിയേ. നിനക്ക് മനസ്സിലാവുന്നില്ലേ? വേശ്യപ്പെണ്ണുങ്ങളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യൂ. ശരിക്കും ഞാൻ കൊന്നിട്ടുള്ള ഇവരൊന്നും ജീവിക്കാൻ അർഹരല്ല. നീ തന്നെ ആലോചിച്ച് നോക്ക്, ഇവർ നമ്മുടെ താഴ്വര നശിപ്പിച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇവരുടെ മയക്കുമരുന്ന്, മ്യൂസിക്, വിയേർഡായിട്ടുള്ള ഇവറ്റുള്ള ഫാന്റസീസ്, ഓരോരോ തോന്നിവാസങ്ങൾ, ഇതൊക്കെ വെച്ച് ഉറപ്പിക്കാൻ പറ്റുമോ? ഇതൊക്കെ ക്ലീൻ ചെയ്യേണ്ട സമയമായി അമ്മയാ. ഇങ്ങനെയുള്ളവരെ വെറുതെ വിടാൻ പാടില്ല. ഞാനിതൊക്കെ വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ഹീറോയിൻ ഇവന്റെ ഈ എക്സ്ട്രീം സൈക്കോത്തരം മനസ്സിലാക്കി, ഓ നിനക്ക് ഈ പെണ്ണുങ്ങളെല്ലാം പേടിയല്ലേ, ഈ കുട്ടികളോടുള്ള പേടിയാണ് നിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നിങ്ങനെ ഇവന്റെ ഇമോഷൻസ് ഹേർട്ട് ആവുന്ന രീതിയിൽ സംസാരിച്ചു. വിക്ടർ അതിൽ വീണു. പുള്ളിക്കാരൻ എനിക്ക് ഇവരൊന്നും പേടിയില്ലെന്ന് പറഞ്ഞ് എണീറ്റ സമയം നമ്മുടെ ഹീറോയിൻ താഴെ കിടന്ന് ഒരു കത്രിക എടുത്ത് ഇവന്റെ കാലിൽ കുത്തി. കിട്ടിയ ഗ്യാപ്പിൽ ഓടി മുകളിൽ കയറി ഇവൻ പിടിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായി ഹീറോയിന്റെ ശ്രമം. വിക്ടർ പുറകെ വന്ന് നമ്മുടെ ഹീറോയിനെ പിടിച്ചടിച്ച് അവളെ ബോധം കെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോയിൻ ഒരു വിധത്തിൽ അവനെ തള്ളി മാറ്റി ഓടി മുകളിലത്തെ റൂമിൽ വന്ന് അവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയുടെ കയ്യിലും കാലിലും ഒക്കെ കിട്ടിയിരിക്കുന്ന കെട്ടഴിക്കാൻ ശ്രമിക്കുമ്പോൾ വിക്ടർ ഒരു ചപ്പാത്തിക്കോലും എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഹീറോയിനെ അടിക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരാൾ വിക്ടറിനെ ഷൂട്ട് ചെയ്ത് അവനെ വീഴ്ത്തി. ആരാണെന്ന് നോക്കിയപ്പോൾ വിക്ടറിന്റെ വൈഫ് ഫ്ലോറയാണത്. ഫ്ലോറ വിക്ടറിനെ വെടിവെച്ച് കൊന്നിട്ട് നമ്മുടെ അമ്മയോട്, നീ ഇവനെ പിടിക്കുമെന്ന് കരുതി നോക്കിയിരുന്നാൽ ഈ താഴ്വരയിലുള്ള പെൺകുട്ടികളെല്ലാം ഇവൻ കൊന്നേനെ എന്ന് പറഞ്ഞു. അതിനർത്ഥം ഇവൻ ചെയ്യുന്ന കൊലപാതകങ്ങളെ പറ്റിയൊക്കെ ഫ്ലോറയ്ക്ക് ഓൾറെഡി അറിയാമായിരുന്നു. ആഴ്ചകൾ കഴിഞ്ഞുപോയി. ഈ കേസിനെ പറ്റി വിശദമായി നമ്മുടെ ഹീറോയിൻ അവളുടെ ചീഫ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കുന്നു. 14 വർഷങ്ങൾക്ക് മുമ്പ് തെരേസ ക്ലോസ് എന്നൊരു പെൺകുട്ടിയുടെ കൊലപാതകത്തിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. അന്നും വിക്ടർ ഈ നഗരത്തെ ശുദ്ധീകരിക്കണം, ഈ പെണ്ണുങ്ങളൊന്നും ഇവിടെ ജീവിക്കാൻ അർഹരല്ലെന്ന് പറഞ്ഞ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ, അതായത് മയക്കുമരുന്നിനും സെക്സിനും ഒക്കെ അടിമപ്പെട്ട പെൺകുട്ടികളെ കൊല്ലാൻ തുടങ്ങി. അന്ന് അയാൾ ചെയ്ത കൊലപാതകങ്ങൾക്കൊന്നും ഒരു പ്രത്യേക പാറ്റേൺ ഒന്നുമില്ലായിരുന്നു. തുടർച്ചയായി 6 വർഷത്തോളം അയാൾ കൊലപാതകങ്ങൾ ചെയ്തു. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു സീരിയൽ കില്ലിംഗ്സ് ആണെന്ന് പോലീസിന് പോലും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അന്ന് 6 വർഷങ്ങൾക്ക് ശേഷം വിക്ടർ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. ഫ്ലോറ. അവളെ വിവാഹം ചെയ്തു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഫ്ലോറയുടെ സ്നേഹവലയത്തിന് കീഴിൽ സമാധാനമായി അയാൾ ജീവിക്കാൻ തുടങ്ങി. അതുവരെ ചെയ്ത കൊലപാതകങ്ങളെപ്പറ്റി ആരോടും പറയാതെ ആ കൊലപാതകങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ ചിന്തകളിലേക്കോ തിരിച്ചു പോകാതെ സമാധാനമായിട്ട് ജീവിച്ചു വന്നെങ്കിലും 1 വർഷത്തിന് മുമ്പ് ഫ്ലോറയും വിക്ടറും വേർപിരിയുന്ന സാഹചര്യം ഉണ്ടായി. വീണ്ടും വിക്ടറിന്റെ മനസ്സിലുള്ള അയാൾ കൺവിൻസ്ഡ് ആയിരുന്ന ആ ഒരു മോറൽസ് ഒക്കെ അയാളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. 7 വർഷങ്ങൾക്കിപ്പുറം അയാൾ വീണ്ടും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ തുടങ്ങിയപ്പോൾ മുമ്പ് ചെയ്ത പോലെ അല്ലാതെ പിന്നെ അങ്ങോട്ട് ഒരേ പാറ്റേൺ ഫോളോ ചെയ്യാൻ തുടങ്ങി. അയാൾ ചെയ്യുന്ന കൊലപാതകങ്ങളെ പറ്റി എല്ലാവരും ചർച്ച ചെയ്യണം, എല്ലാവരും പേടിക്കണം. അയാൾ ടാർഗറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെല്ലാം മോശക്കാരാണെന്ന് ഈ നഗരത്തിലുള്ളവരെല്ലാം മനസ്സിലാക്കുമെന്നും കില്ലറിനെ അവരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്നും അങ്ങേര് പ്രതീക്ഷിച്ചു. വിക്ടർ സ്വയം അവൻ ഈ നഗരത്തിലെ ഗാർഡിയൻ ആണെന്ന് ചിന്തിച്ചു കൂട്ടി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അത്രേ. ഇപ്പോൾ എന്തായാലും ഇയാളെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇനിയും കേസ് പൂർണ്ണമായും സോൾവ് ആയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ അന്വേഷണത്തിനിടെ നമ്മുടെ ഇൻസ്പെക്ടർ ഫെർമിൻ ആ ഗുഹയിൽ കുറെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി. ഏറ്റവും അവസാനം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മുറിച്ചു മാറ്റപ്പെട്ട കൈയും അവിടെ ഉണ്ടായിരുന്നു. അതും വിക്ടർ തന്നെയാണ് ചെയ്തത് അതോ മറ്റാരെങ്കിലുമാണോ ചെയ്തത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.
അതായത് കേസ് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, ഇനിയും അന്വേഷണം മുന്നോട്ട് പോകും. കില്ലറിനെ കണ്ടെത്തിയതിൽ ചീഫ് നമ്മുടെ ഹീറോയിനെ അഭിനന്ദിക്കുന്നുണ്ട്. അവൾക്കും ഒരുപാട് സന്തോഷം. ആഫ്റ്റർ ഓൾ ദിസ് സത്യസന്ധമായി കേസ് അന്വേഷിച്ച് തെളിയിച്ചല്ലോ. ഇതിനെല്ലാം ശേഷം തിരികെ വീട്ടിൽ ചെല്ലുന്ന നമ്മുടെ ഹീറോയിൻ അവളുടെ ആന്റിയോടും നടുക്കത്തെ ചേച്ചിയോടും നമ്മുടെ കുടുംബത്തിൽ പുതിയൊരാൾ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. കാര്യം മനസ്സിലായല്ലോ, നമ്മുടെ ഹീറോയിൻ പ്രഗ്നന്റ് ആണ്. എല്ലാവർക്കും സന്തോഷം. അവളുടെ ആന്റിയും അവളുടെ സിസ്റ്ററും ഒക്കെ അവളെ കെട്ടിപ്പിടിച്ചു. ദെൻ വീട്ടിലെ ജനാലയുടെ അടുത്ത് വന്ന് ആ നഗരത്തെ ഇങ്ങനെ നമ്മുടെ ഹീറോയിൻ നോക്കി നിൽക്കുന്നുണ്ട്. ഇനിയും എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. അവിടെ ഇവിടെയായിട്ട് നടന്ന പല സംഭവങ്ങൾക്കും ഇപ്പോഴും ഒരു ഉത്തരവില്ലാത്ത അവസ്ഥയുണ്ട്. ആന്റിയുടെ വീട്ടിൽ കിടന്നുറങ്ങിയ നമ്മുടെ ഹീറോയിൻ ബേക്കറിയിൽ എത്തിയതെങ്ങനെ, കാറപകടത്തിൽപ്പെട്ട നമ്മുടെ ഹീറോയിനെ കാട്ടിലെത്തിച്ചതാര്, ഇവരൊക്കെ പറയുന്ന കെട്ടുകഥകൾ അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ, ഗുഹയ്ക്കുള്ളിൽ കണ്ട അസ്ഥികൂടങ്ങൾ അതൊക്കെ ആരുടേതാണ്, എന്ന് നടന്ന കൊലപാതകങ്ങളാണ്, അതിൻ്റെയൊക്കെ പുറകിൽ ആരാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഇവർക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. അടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് കാടിനുള്ളിൽ ഒരു കറുത്ത രൂപം ഇങ്ങനെ നടന്നു പോകുന്നതാണ്. ഹീറോയിൻ്റെ ആന്റി ഇടയ്ക്ക് പറഞ്ഞ ഒരു ജയൻ ക്രീച്ചർ ഉണ്ടല്ലോ, ആ ക്രീച്ചറാണെന്ന് തോന്നുന്നു. ആ രൂപം കാട്ടിലൂടെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തറിയിക്കുമല്ലോ. ഈ സ്റ്റോറിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള 2 സ്റ്റോറീസ് കൂടെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിയുണ്ട്. ആ സിനിമകൾ ചെയ്യുന്ന കാര്യം ഈ സിനിമയ്ക്ക് കിട്ടുന്ന റീച്ചിനും ലൈക്കിനും അനുസരിച്ച് നമുക്ക് ആലോചിക്കാം. എല്ലാവർക്കും ഈ സ്റ്റോറി ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇത് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തും ലൈക്ക് ചെയ്തും ഒക്കെ അറിയിക്കുക. അതിനനുസരിച്ച് മുന്നോട്ട് ബാക്കിയുള്ള കഥകൾ നമുക്ക് പ്ലാൻ ചെയ്യാം.